എടാ കേൾക്കുന്നുണ്ടോ? യെസ് യെസ് കേൾക്കാം കേൾക്കാം. ഓക്കെ. ഉമേഷ് 17K കയറിയല്ലേ? അതെ ഹലോ അതെ. ഹലോ. ഇനി 20K കയറണം തോന്നുന്നു. നല്ല പോക്കും 10 മണിക്ക് 10 മണി 11 മണി വരെയൊക്കെ നല്ല സ്പീഡ് ഉണ്ടാവും. ഡൗൺ ആവണമെങ്കിൽ 11 മണി കഴിയണം തോന്നുന്നു. പക്ഷെ റിലീസ് ആയതുകൊണ്ട് 20K കയറണം. വരും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും 11:30 വരെയൊക്കെ 10K ആ സമയം വരെയൊക്കെ നിൽക്കും തോന്നണം. റിലീസ് അല്ലേ? ഇന്നെന്തായാലും അടിച്ച് തൂക്കി വിട്ടിട്ടുണ്ട്. ഷോ എത്ര കയറിയ 2500 ഷോ അങ്ങോട്ട് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്രയുണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ റിക്വസ്റ്റ് ഇട്ടാണ് ആന്റി മല്ലു. അങ്ങനെയുള്ളവരെയൊന്നും അക്സെപ്റ്റ് ചെയ്യരുത്. പരിസരത്തെ അടുപ്പിക്കൂ. ആന്റി മല്ലുവിന്റെ എന്താണ് അങ്കിൾ വെൽക്കം. ഹലോ ഹലോ താങ്ക് യു ഹലോ. കൃഷ്ണൻ പറഞ്ഞോളൂ. കിച്ചു കൃഷ്ണൻ കേക്കാവൂ? ഞാൻ അന്ന് റിക്വസ്റ്റ് വിട്ടായിരുന്നു ആന്റണി ചേട്ടനൊക്കെ ഉള്ള സമയത്ത്. പക്ഷെ ആരും അത് പിന്നെ നിങ്ങളെ മാത്രല്ലേ ഉള്ളായിരുന്നു. അതല്ല, അന്ന് കുറെ ടെക്നിക്കൽ പ്രശ്നമല്ലാക്കെ ആയിട്ട് നടന്നില്ല. പിന്നെ പുള്ളി ഒരു റേഞ്ചിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നോ? ഒന്നും ശ്രദ്ധിക്കാനും പറ്റിയില്ല. ഉണ്ണിച്ചേട്ടനൊന്നും വന്നില്ലേ? വരണം ബ്രോ, ഇന്ന് കുറെ വർക്കല്ലേ അവർക്ക്. നാളത്തെ റിലീസ് ആയതുകൊണ്ട്. നാളെ എല്ലാരും 8 മണിക്കത്തെ ഷോയ്ക്ക് തന്നെയല്ലേ? പിന്നെ എവിടാ കാണുന്നേ? ഞാനല്ല കേട്ടോ. ഹലോ, എവിടാ കാണുന്ന എല്ലാരും? ഞാന് കൈരളി. ഓഹോ. എടാ ഉണ്ണിച്ചേട്ടൻ ഒന്ന് അക്സെപ്റ്റ് ചെയ്യടാ. സോറി, ഇൻവൈറ്റ് ചെയ്യടാ. അപ്പൂപ്സ് ആരെങ്കിലും ഉണ്ടോ? ഗസ്റ്റ് ആരാ? ശ്രീരാഗേവി. വേറെ ആര് വേണം? അല്ല, ഞാനുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് കുറച്ച് ഗസ്റ്റിന് ആവശ്യമാണല്ലോ. ഗസ്റ്റിനെ കൊണ്ടുവരാനുള്ള ആള് വരണില്ല. അതെ, ഉണ്ണിയല്ലേ? ഇന്ന് നോക്കട്ടെ, ഇന്ന് വരുമെന്ന് തോന്നുന്നു. വരേണ്ടതാണ്. ആരെങ്കിലും ജിത്തു ജോസഫ് തന്നെ വന്ന അവര് കുറച്ച് നല്ലായിരുന്നേനെ. അങ്ങേര് ഇപ്പൊ ഭയങ്കരമായിട്ട് ഇപ്പൊ പറഞ്ഞു ഭയങ്കര ഡൗൺ ആക്കല്ലേ പടത്തിനെ. ഇങ്ങനെ ഇമോഷണൽ ആണ്, ഡ്രാമയാണ് പറഞ്ഞു ഡൗൺ ആക്കല്ലേ. നമ്മ കുറച്ച് ഇമോഷണൽ മാത്രം പോരാ, ഡ്രൈ പോരാന്ന് പറഞ്ഞിട്ട് കുറച്ചങ്ങ് പറയണം. അതുകൊണ്ട് വേണ്ടിട്ട് ഇനിയിപ്പോ പറഞ്ഞിട്ടൊരു കാര്യമില്ല, നിങ്ങൾ ഉണ്ടായിരിക്കും. അവർക്കതേ പറയാൻ പറ്റുള്ളൂ. അവരെന്തേലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മിസ്ലീഡ് ആയി പോകും. അല്ല കഥയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് വേണ്ടത് വെച്ചാൽ ഈ പടം ഡ്രൈ ആവരുത്, അത്രേ വേണ്ടു. അതൊന്നും ചെയ്യത്തില്ലല്ലോ, പുള്ളി സേഫ് കളിക്കുന്നതാ. അതായത് നല്ല പടം എന്ന രീതിയിൽ മാത്രം മതി. അല്ല ഈ ഡ്രൈ ആയിക്കൊണ്ട് പോയാലാണ് പണി കിട്ടുക. ഈ സീരിയൽ മേക്കിംഗ് എന്ന പ്രശ്നങ്ങൾ കുറെ ആള് ഇങ്ങനെ ഈ കമന്റുമായിട്ട് വരുമല്ലോ. തലേദിവസം വന്നിട്ട് എന്തൊക്കെയാ പറയാ? അല്ല, നാളെ ഇത് പറയും, അതുകൊണ്ട് പറഞ്ഞ ഐഡിയാസ് ഒന്നും ആർക്കും കൊടുക്കണ്ട. ഇല്ല.
എടാ MFC ഉണ്ണിയേട്ടനെ ക്ഷണിക്കൂ. ഉണ്ണിയേട്ടൻ വരുന്നില്ല ഗൈസ്. എന്തോ അപ്പൂപ്പ എന്തിനാ ഏട്ടാന്നൊക്കെ വിളിക്കുന്നത്? തന്നെക്കാൾ ഇളയതാണോ? ഓ തന്നടോ. ഗാരു ഇന്നും മുങ്ങി, ഇന്നും വരത്തില്ല. നീതി ജസീൽ ഇന്നും വരത്തില്ല. അവൻ അവിടെ മില്യൺസ് എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിന്റെ സ്പേസ്. അതെ അതെ. ശ്രീരാഗ് തള്ളു തുടങ്ങിയോ? തുടങ്ങി. ഇവൻ ഇവിടെ പോയാലും ക്ലാസ് എടുക്കണാണല്ലോ. ഇവന്റെ ക്ലാസ് എടുത്തല് കേട്ട് മടുത്ത്. അല്ല, ഇത് ഏത് ശ്രീരാഗിനെ ഉദ്ദേശിച്ച്? നിങ്ങളല്ല ആണ തലേവർ, നിങ്ങൾ ഇവിടെ ഉണ്ടോ? എവിടുന്നാ കാണുന്നേ? ബാംഗ്ലൂർ എവിടുന്നാ? എവിടുന്നാ കാണുന്നേ? ബാലാജിയാ? ഇല്ലല്ല, തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, ഇതപ്പോ തീരുമാനിക്ക. അല്ലല്ല, എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. നാളെ ഇങ്ങനെ പോയിട്ട് ഉച്ചക്ക് ശേഷം കാണണോ അത് രാത്രി കാണണോ എല്ലൊരു ഇതില് വെച്ചിരിക്കുക. ഓ റിവ്യൂ കണ്ടിട്ട് കയറാനായിരിക്കും. അടിച്ചോണ്ടിരിക്കുക. ലാസ്റ്റ് ഉറങ്ങി എണീക്കുമ്പോഴേക്ക് കുറച്ച് ലേറ്റ് ആയി പോകും. സന്തോഷത്തിന്റെ അടിയ. അല്ല, അണ്ണന്റെ ബർത്ത്ഡേ കൂടെ അല്ലേടോ. 30 കോടിയായിരം അടി. അത് സത്യം പറഞ്ഞ അത് മുങ്ങിപ്പോയി ഇതിന്റെ സൈഡില്. സത്യം. ആന്റണി ചേട്ടൻ വരെ പ്രീ സെയിൽസ് കണ്ട് ഞെട്ടിയിട്ടുണ്ടാവല്ലോ. 25 CR അല്ലേ പുള്ളി എക്സ്പെക്ട് ചെയ്ത്? 25 കേരള വീക്കെൻഡ് ആണ് ആളെ. അല്ലല്ല, പുള്ളി പറഞ്ഞത് അതായത് ഡേ 1 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഞാനൊരു 25 CR ആണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന്. ഇപ്പൊ 30 ആയി. ഉണ്ണിച്ചേട്ടാ പറഞ്ഞോ. ഇതാണ് ഇതൊക്കെയായി. കവിതയില് കാറ് കൊണ്ടിട്ട് ബ്ലോക്ക് തുടങ്ങി. റോഡ് ബ്ലോക്ക് ആക്കി. കവിതയെ പോണമായിരുന്നു കാണാൻ. ഇതിപ്പോ റിവ്യൂ വരുന്നതിന് മുന്നേ കൊച്ചിയില് ടിക്കറ്റ് ഇല്ല. എന്തേ എന്താ കേട്ടില്ല? എന്താണ്? ഹലോ, നിങ്ങൾ പറഞ്ഞ കേട്ടില്ലെന്ന്. കവിതയില് ബ്ലോക്ക് തുടങ്ങാൻ പോണല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഭയങ്കര കോൺഫിഡന്റ് ആണ്. ഗസ്റ്റ് ഉണ്ടാണോ? ഗസ്റ്റ് വന്നു, മെയിൻ ഗസ്റ്റ് വന്നിട്ടുണ്ട്. വെൽക്കം. UK പൗണ്ട്സ് എണ്ണി കഴിഞ്ഞു ഏബിച്ചാൻ? ഞാൻ ഡ്രൈവിംഗ് ആണ്. എന്തായി? ലാസ്റ്റ് 70K ഒന്നും മാറണില്ല. 70K ഒന്നും മാറണില്ല. AB ബ്രോ, പറഞ്ഞോ. സുഖം. ലാസ്റ്റ് തൂക്കേടിയാണല്ലോ. അടുത്ത മണിക്കൂറിൽ മാക്സിമം വരേണ്ടതാണ്. അത് കഴിഞ്ഞാൽ ചിലപ്പോ കുറയും. ഇത് കൂടുതലാന്ന് വിചാരിക്കരുത്. ഞാൻ ശരിക്കും 20K ഒക്കെ വേണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലെങ്കിലും ഒരു 18K 19K എത്തുമായിരിക്കും അല്ലേ? അത് ഇത്ര ദിവസം മുന്നേ ഓപ്പൺ ചെയ്തിട്ടുകൊണ്ടാണ് അങ്ങനെ. അതാണ് പ്രശ്നം. അല്ല, അത് പ്രശ്നമല്ല. അതാണ് ഇത്രയും വന്നത്. അത് പ്രശ്നമൊന്നുമില്ല. അതെങ്ങനെ പ്രശ്നമാവുന്നേ? അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ആയത്. ഇപ്പൊ നോക്ക്, സ്റ്റാർട്ടിങ് സ്റ്റേജ് തുടങ്ങി 18K 2K 3K. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് പ്രശ്നം എന്ന രീതിയില്. പ്രശ്നം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഒറ്റയടിക്ക് കയറുന്ന അതിൻ്റെതായിട്ടാന്ന് പറഞ്ഞ, അല്ലാതെ ഞാൻ മൊത്തത്തിൽ അങ്ങനെ പറഞ്ഞല്ല. അല്ല, നമ്മള് ഒരു ഞായറാഴ്ചയൊക്കെ ആയിരുന്ന നമുക്ക് അതിന്റെ പീക്ക് കാണായിരുന്നു. പക്ഷെ ഇതിപ്പം 10 ദിവസം മുന്നേ. ഇത് നമുക്ക് പോസ്റ്റ് റിലീസിൽ നമുക്ക് കിട്ടും. സീനില്ല, എല്ലാം വരും. അല്ല, ഇതിനകത്ത് ഇപ്പൊ എന്താ സീൻ? എന്താ ഉള്ളത്? സീൻ എന്താ? ഇത്രയും ബുക്കിംഗ് ഓൾമോസ്റ്റ് സെക്കൻഡ് ആയി. L2 നമുക്കറിയാം എങ്ങനെയായിരുന്നു. ആ പടത്തിന്റെ ജോണറും അറിയാം. അതെ, ഇന്ന് 10 കയറിയതിനു ശേഷം ഇന്ന് താന്നിട്ടില്ല. 9.9 ഒക്കെ ആയിട്ട് പിന്നെ കൺസിസ്റ്റന്റ് നിൽക്കായിരുന്നു രാവിലെ തൊട്ട്. അത് കറക്റ്റാ. ഇടക്ക് ആദ്യം കറുപ്പിനെ വെട്ടിച്ച് പിന്നെ കറുപ്പിന്റെ പുറകെ. ഇപ്പൊ കറുപ്പിനെ എടുത്തങ്ങ് മുകളിലെത്തി. 18 8 കോടി ക്രോസ് ചെയ്തില്ലേ? എന്താ വെച്ചാല് വേറെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക്
ഡിമാൻഡിനെ മീറ്റ് ചെയ്യാനുള്ള ഷോസും ഇല്ല. അതാണ് അതാണ് പ്രശ്നം. വേറൊരു പ്രശ്നം. അതാണ് പ്രശ്നമായി പോയത്. അതാ 2 പടങ്ങള് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ, കുറക്കാത്ര പറ്റത്തില്ലല്ലോ അല്ലെ? ഉണ്ട് പോകുന്നുണ്ട്. ഒന്നാമതെ മെയിൻ ആയിട്ട് അതിരടി ഒന്നും ഹോൾഡ് ഓവർ ഒന്നും ആയിട്ടില്ല. അതിരടിക്ക് കളക്ഷൻ ഉണ്ട്, ഡെയിലി 2 crore വരുന്നു. അതാ അതുകൊണ്ട് അങ്ങനെ ഫുള്ള് മാറ്റാൻ പറ്റില്ല. അല്ല മാറ്റി എല്ലാ ഷോയും കൂടി ആദ്യത്തെ ദിവസം വെച്ചിട്ട് എല്ലാവരും ആദ്യത്തെ ദിവസം പടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പടം പിറ്റേ ദിവസം കാര്യമാണ്. ദിവസം നീ പിന്നെ പോണം. അല്ല എല്ലാ ഷോയും കൂടി ആദ്യത്തെ ദിവസം തന്നെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാണ്? എന്താണ് ലാലേട്ടന്റെ PR-ന്റെ അടുത്ത് പൈസ ഇല്ലേ? തെലുങ്ക് റൈറ്റ്സിന് എന്തോ പ്രശ്നം വന്നിട്ടുണ്ടല്ലോ, ആരോ കോർട്ട് പോയിട്ടുണ്ട്, അറിഞ്ഞായിരുന്നോ? നോട്ടീസ് അയച്ചതേ ഉള്ളൂ. ആണോ? ഒരു ട്വീറ്റ് കണ്ടു ഇപ്പൊ. അതെന്തിനിപ്പ അയച്ചത്? ആന്റണിയുടെ കയ്യിലല്ലേ റൈറ്റ്സും എല്ലാതും. അത് ഇന്നലെയും പറഞ്ഞല്ലോ, എല്ലാ റൈറ്റ്സും പുള്ളിയുടെ കയ്യിലാണെന്ന്. എനിക്കറിയില്ല എന്താന്നുള്ളത്. എന്തെങ്കിലും റിലീസ് പരമായിട്ട് എന്തെങ്കിലും ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കണ്ടല്ലോ, അതിന്റെ ഒരു സ്ഥിരം ഉള്ളതല്ലത്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. അത് മറ്റേ തെലുങ്ക് ദൃശ്യത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് എന്തോ ഒരു നോട്ടീസ് അയച്ചതാണ്. അതിന് ലീഗൽ വാലിഡിറ്റി കാണാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ അവര് ഷോ നിർത്തണമെന്ന് പറഞ്ഞിട്ടുള്ള ആക്ഷൻ പെറ്റീഷൻ ആയിട്ട് പോയേനെ. അത് തൽക്കാലത്തേക്ക് നമുക്ക് നമ്മുടെ മാർക്കറ്റിംഗ് ആയിട്ട് കൂട്ടിയാൽ മതി. തെലുങ്കില് പ്രസ് മീറ്റ് പരിപാടി ഒന്നും നടന്നില്ല എന്നല്ലേ പറഞ്ഞേ. അപ്പൊ പബ്ലിസിറ്റി ആയിക്കോട്ടെ. പക്ഷെ എന്നിട്ടും 1.25 കോടി ഉണ്ട് ഫ്രീസെയില്. അതിന് പൊട്ടൻഷ്യൽ ശരിക്കും ഈ പടം നല്ല റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മേ ബി അവർ ഈ പറഞ്ഞ പോലെ തെലുങ്കിലോ അല്ല അവിടെയൊക്കെ പ്രസ് മീറ്റ് നടത്താൻ ചാൻസ് ഉണ്ടല്ലോ. അത് ചിലപ്പോ അവർ തീരുമാനിക്കല്ലോ, അവർക്ക് ചിന്തിക്കാലോ ആ സമയത്ത്. RFT എനിക്ക് തോന്നുന്നു ഇവിടെ ചൈനീസ് സബ് ടൈറ്റിലിന്റെ എന്തോ പരിപാടി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഓ അത് ശരി. അവിടെ RFT നല്ല ഷോസ് ഉണ്ടല്ലോ, റെക്കോർഡല്ലേ? ഉണ്ട് റെക്കോർഡ് അവിടുന്ന് റെക്കോർഡ് ആവട്ടെ. ഓസ്ട്രിയ റിലീസ്, മെക്സിക്കോയിൽ റിലീസ് ഉണ്ട്. മെക്സിക്കോയിൽ സ്പാനിഷ് സൈഡ് സ്റ്റേറ്റിൽ വെച്ചിട്ട്. അല്ല ഞാൻ മറ്റേ ഇസ്രായേലൊക്കെ കണ്ടു. ഇസ്രായേലൊക്കെ ഇതിനു മുമ്പ് നല്ല മലയാളം പടം അധികം റിലീസ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഇസ്രായേലിലുണ്ട്, നമ്മുടെ തുടരും ഒക്കെ കളിച്ചിട്ടുണ്ട്. ഇസ്രായേൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ടല്ലേ? ഷോസ് ഉണ്ടോ ഇങ്ങനെ വളരെ ലിമിറ്റഡ് ഷോസ്? അല്ലെങ്കിൽ ഒരു ഷോസ് ഉണ്ട്, ലിമിറ്റഡ് ആണെന്നേ ഉള്ളൂ. കളിച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മുടെ റിലീസ് ഇപ്പൊ കിടും, പക്ഷെ പ്രൊമോഷൻ ഒരു ഇതായി പോയി. ശരിക്കും ഈ ദൃശ്യം 3 എനിക്ക് തോന്നുന്നു മറ്റേ എമ്പുരാനെ പൊട്ടിക്കാൻ ഒരു ചാൻസ് ഉള്ളത് റെസ്റ്റ് ഓഫ് ഇന്ത്യ തോന്നുന്നല്ലേ ഫസ്റ്റ് ഡേ. നല്ല റിപ്പോർട്ട് ആണെങ്കിൽ പടം നന്നായിട്ട് ബാക്കി എടുത്തും വരൂല. അല്ല കർണാടകയൊക്കെ നമ്മള് നല്ല ഓവർ ദ ടോപ്പ് ബുക്കിംഗ് ഉണ്ടല്ലോ ഇപ്പൊ തന്നെ. കർണാടക ഭയങ്കര. ബാംഗ്ലൂർ ഞാനതല്ല ഇപ്പൊ തപ്പിക്കൊണ്ടിരിക്കുക ബുക്കിംഗ് എവിടെ കിട്ടുന്നത്. ബാംഗ്ലൂർ മലയാളം വേർഷൻ മാത്രം 400+ ഷോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ 400 ഉണ്ടായിരുന്നു, ഇന്ന് കൂടിയിട്ടുണ്ടോ? അല്ല ഏതൊരു എനിക്ക് തോന്നുന്നു ഏത് തിയേറ്റർ ആണെന്നറിയില്ല, മറ്റേ പുനീത് രാജ്കുമാർ ഫാൻസ് ഒക്കെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. ഈ അടുത്ത് അല്ല എന്റെ അടുത്തൊരു തിയേറ്റർ ഉണ്ട് മറ്റേ ഗാലക്സി പാരഡൈസ്. പക്ഷെ കോമഡി എന്താ വെച്ചാൽ അവിടെ തമിഴും തെലുങ്കും കന്നഡ വേർഷൻ ഉണ്ട്, മലയാളം വേർഷൻ ഇല്ല. കന്നഡ വെർഷനൊക്കെ നോക്കിയിട്ട് കാര്യമില്ല. പുഷ്പയൊക്കെ തന്നെ 10 കോടിയാണ് ഫൈനൽ അടിച്ചിട്ടുള്ളത്. അതാണ് അത്ര ദാരിദ്ര്യമാണ് കന്നഡ വെർഷൻ എന്ന് പറയുന്നത്. അല്ല അവിടുത്തെ നമുക്ക് കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞതാ. ആടൊക്കെ സാധനം നമ്മൾ പോകുന്ന തിയേറ്റർ. പക്ഷെ തിയേറ്റർ ഒരു ഗുണമില്ലാത്ത തിയേറ്റർ, സെമിനാർ ഹാൾ പോലത്തെ തിയേറ്ററാ. അവിടെ പിന്നെ കുഴപ്പമില്ല, നമുക്ക് ആവശ്യമില്ല തിയേറ്റർ. തമിഴ് പ്രീസെയിൽ എന്തായി? തമിഴ് വേർഷൻ ഒരു 60 ലക്ഷം അങ്ങോട്ട് വന്നെന്ന് തോന്നുന്നു അല്ലേ? 50 lakhs അങ്ങാണ്ട് ഇവിടെ കണ്ട പോലെ തോന്നി. എപ്പോഴും അങ്ങനെ തന്നെ, എമ്പുരാനും കുറവായിരുന്നു തെലുങ്കിനെക്കാളും. അല്ല അതൊക്കെ റിപ്പോർട്ട് വന്നാ നോക്കിയാൽ മതി, അത്രേ ഉള്ളൂ. അതുമല്ല ഇപ്പൊ അവിടെ റിപ്പോർട്ട് വന്നാ മായാജാലൊക്കെ നല്ലപോലെ ഷോസ് കൂട്ടും. ഇപ്പൊ അവിടെ നല്ലപോലെ കറപ്പ് ഓടുന്നുണ്ട്. പിന്നെ കറുപ്പ് തമിഴ്നാട്ടില് കറുപ്പ് വൻ തൂക്കിയടിയാ. എനിക്ക് തോന്നുന്നു ഈ ദൃശ്യം പോസിറ്റീവ് വന്നാൽ കഴിഞ്ഞാൽ തമിഴ്നാട് കഴിഞ്ഞാൽ ഈ കറുപ്പിന് ഭയങ്കരമായി ഇത് കിട്ടത്തില്ല. പുല്ല് ദൃശ്യം കവർ ചെയ്യുന്നത് തോന്നുന്നു. ഇല്ല അങ്ങനെയൊന്നുമില്ല. അവിടെ അവർക്ക് അത് എന്താ പറയാ, ഒരു
വില്ലേജ് അല്ല ഓവർസീസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അവർക്ക് പറ്റിയ കണ്ടന്റാ കറുപ്പെന്ന് പറയുന്നത്. ഓവർസീസ് മെയിൻ ആയിട്ട് ചാൻസ് ഉണ്ടല്ലോ. ഓവർസീസ് അടിക്കാം നമുക്ക്. വെസ്റ്റ് ഓഫ് ഇന്ത്യ പറയാൻ കാര്യം തമിഴ്നാട് മാത്രമാണ്. ഓവർസീസ് വിജയും രജനിയും കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ്. ആ സത്യം കേട്ടോ, അത് ആരും വലിയ എടുത്ത് പറയുന്നില്ല. അതാണ് അങ്ങനെ സംഭവം ശരിയാണ്. നമ്മളിപ്പത്തെ കറണ്ട് ഇതാണ് പറഞ്ഞത്. സൂര്യ ആര് വരുന്നത് നമുക്ക് പ്രശ്നം. അല്ല, ഒരു 10 കൊല്ലം മുന്നേ വെച്ച സൂര്യ എല്ലാരും പോട്ട് ചെറിയ തമിഴ്നാടിന്റെ ഇത് റേഞ്ച് പോലും മാർക്കറ്റ് നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇത് ഈ സമയത്ത് വിജയ് ഈ പറഞ്ഞ പോലെ രജനീകാന്ത് വിജയം കഴിഞ്ഞ നമ്മളൊരു ആ ലെവലിൽ എത്തി ഇപ്പൊ ഓവർസീസ്. അതെ, ഓവർസീസ് നമ്മള് തൂക്കാണ്. മാത്രം പണ്ട് കാന്താര 2 പോലും എമ്പുരാന്റെ റെക്കോർഡ് പൊട്ടിച്ചില്ലല്ലോ. ഇല്ല, അതാണ് ആലോചിച്ച് നോക്ക്. എടാ എമ്പുരാൻ നമുക്ക് 144 കോടി എങ്ങാണ്ട് ഗ്രോസ് വന്നിട്ടുണ്ട്. ഭയങ്കരായിരുന്നു അല്ലേ ഒരു വർഷം മുമ്പ്. പിന്നെ ഭയങ്കര ഇതാ. അല്ല അത് കഴിഞ്ഞപ്പോ തന്നെ ശരിക്കും തുടരും തേഴ്സ്ഡേ റിലീസ് ആയിരുന്നു. അതും അത്യാവശ്യം നല്ലൊരു എമൗണ്ട്, അതായത് ഇപ്പോഴും നല്ല എമൗണ്ട് തന്നെ, പക്ഷെ അതിന്റെ മോളിൽ അതെന്താ ഓവർസീസ് ഫസ്റ്റ് വീക്കെൻഡ് തേഴ്സ്ഡേ കിട്ടാണ്ട് ഒരു കാര്യമില്ല. റിവ്യൂ ഒക്കെ ഒന്ന് സ്പ്രെഡ് ആയി വരാൻ തന്നെ ഫ്രൈഡേ ആഫ്റ്റർനൂൺ അത് ഇവിടെ സ്റ്റാർട്ടിങ് മോശമായിരുന്നു. തുടരും ഓവർസീസ് സ്റ്റാർട്ടിങ് മോശമായിരുന്നു. ഓവർസീസ് കട്ട ഷോ പോയിരുന്നു. അല്ല, ഈ അടുത്ത് വേറൊരു ചിന്തിച്ചെന്ന് വെച്ചാല് മറ്റേ നേര് പിന്നെ ഇതും ഈ GCC UAE ഇപ്പൊ പിന്നെ ആ വാറിന്റെ പ്രശ്നമില്ല, അതുകൊണ്ടായിരിക്കും. പക്ഷെ ആ നേര് സമയത്ത് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ വിചാരിച്ച രീതിയിൽ UAE GCC നല്ല രീതിയിൽ അന്ന് ഷാറൂഖ് ഖാന്റെ പ്രവാസിന്റെ ഷാരൂഖ് ഖാന്റെ അതറിയാം. അത് ഇനിഷ്യൽ അല്ലേ, ബട്ട് സ്റ്റിൽ ഫൈനൽ ആയാലും വലിയ രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ അവിടെ. ഓവർസീസിലെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇനീഷ്യൽ ഡേയ്സിൽ കളക്ഷൻ കിട്ടിയില്ല. ലോങ് റൺ ഒന്നും ഓവർസീസ് അങ്ങനെ അതെ. ഇത് മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാല് ഓവർസീസിൽ പൈറസി പിന്നെ ടിക്കറ്റ് റേറ്റ് ഒക്കെ ഭയങ്കര ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ആൾക്കാർക്ക് വേഗം കണ്ടന്റ് കിട്ടിയ ആൾക്കാർ അതിരുന്ന് കാണുന്നല്ലാണ്ട് അതുകൊണ്ട് കാര്യമില്ല. ഫസ്റ്റ് വീക്കെൻഡിൽ നല്ല റിലീസ് കിട്ടിയില്ലല്ലോ ഒരു കാര്യമില്ല. നമ്മുടെ പടം ഈ കറുപ്പ് പടം 300 കോടി കടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കെന്താ വെച്ചാല് നമ്മുടെ ഈ മറ്റേ റിസൾട്ട് നല്ല റിപ്പോർട്ടാണ് കറുപ്പിന് മോളും തന്നെ. നമ്മുടെ പടത്തിനെ പറ്റി സംസാരിക്കും, വേറെ പടത്തിനൊക്കെ പറ്റി സംസാരിച്ചിട്ട് എന്താ കാര്യം? അല്ല, ഏതാ പറഞ്ഞതന്നെ, ഞാൻ ജസ്റ്റ് പറഞ്ഞതാ. ബാക്കി കണ്ടിന്യൂ അടി കമന്റ് കൂടെ നോക്കി വിടുക കേട്ടോ, അല്ലെങ്കിൽ അവസാനം കുന്നുകൂടും. കോഴിക്കോട് നിന്ന് കൈരളി എജാതി ബുക്കിംഗ് ആണ് രാവിലെ ഇട്ടിട്ട് അടിച്ച് തൂക്കി. പ്രതീക്ഷയില്ല. കാഞ്ഞങ്ങാട് എജാതി ബുക്കിംഗ് ആണ് ജോർജ് ബ്രോ. അപ്സര നേരത്തെ ഇട്ടാണല്ലോ, പക്ഷെ കൈരളി ഇന്ന് രാവിലെ ഇട്ടേ ഉള്ളൂ. 6 ഷോ ഇട്ട് 6 ഫുള്ളാണ് തൂക്കി അടിച്ചു. എത്ര സീറ്ററാണ് അത്? അത് 702 702 എല്ലാം കിടു. അതെ, എല്ലാം ഓൾമോസ്റ്റ് ഫുള്ളല്ല. അതും തേർഡ് ഷോ അടക്കം ഇട്ടിട്ടുണ്ട് 12 മണിക്ക്. ഒന്ന് പോസിറ്റീവ് കിട്ടിയാ തൂക്ക്. അതെ, വീക്കെൻഡ് നോക്കട്ടെ കൈരളി. സെക്കൻഡ് ടൈം നൈറ്റ് ഷോ ഓക്കെ. വീക്കെൻഡ് ഒക്കെ വരുവാടാ. അവര് ഇന്ന് ഇട്ടിട്ടല്ലേ, ഇന്ന് രാവിലെ ഇട്ടു. നോക്ക് സെറ്റപ്പ് ആയിട്ടുണ്ട്. 18.33. നീ എവിടുന്നാ കാണുന്ന? കൈരളിയടാ, ട്രിവാൻഡ്രം. കൈരളിയിലല്ലേ ഫാൻ ഷോ കാണാന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞ ഇത് ഏരീസ് പോയി കാണേണ്ടതായിരുന്നു. നന്നായാൽ പിന്നെന്താ, ഫാമിലി മൊത്തം കൊണ്ടുപോകും. അമ്മയൊക്കെ ചോദിക്കുന്നു റെയറായിട്ട് വല്ല പടം കാണാമെന്ന് ചോദിക്കൂ.
എന്റെ വീട്ടിൽ ഞാൻ നോക്കുമ്പോ രാവിലെ രണ്ടെണ്ണം പറയാ ഏഷ്യാനെറ്റ് ന്യൂസിൽ ദൃശ്യം ഇന്റർവ്യൂ ഇരുന്ന് കാണുന്നു. നല്ല കാര്യം. എന്തായാലും ഈ പടത്തിന് അങ്ങനെ ഭയങ്കര റിപ്പോർട്ട്സ് ഒന്നും ഇല്ല, ആകെ ലാഗേ വരും. നമ്മൾ ഈ നിമിഷവും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പടം എന്നുള്ളതാണ് എനിക്ക്. ഒന്ന് നല്ല റിവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ തൂക്കായിരിക്കും. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 400 കോടി നോക്കിയാൽ മതി. ഒറ്റ ദിവസം കൊണ്ട് 10 കോടിയാണ് അഡ്വാൻസ് കയറിയത്. ഫൈനല് അഡ്വാൻസ് ഒരു 32 ആ റേഞ്ച് വരുമോ? 35 കഴിഞ്ഞിട്ടില്ല, ഇനി കയറുന്നുണ്ട്. ഓവർസീസ് കയറുന്നുണ്ടല്ലോ നല്ല രീതിയിൽ. ഓവർസീസ് നല്ല രീതിയിൽ കയറുന്നുണ്ട്. GCC നന്നായിട്ട് കയറുന്നുണ്ട്. GCC ഇപ്പൊ ഒരു 600K അങ്ങനെ പറഞ്ഞ് ഇപ്പൊ 1 മില്യൺ ആയില്ലേ. കേരള ഇപ്പൊ ഒരേ ഇതല്ലേ. കുവൈത്ത് ഇന്നലെയല്ലേ ഓപ്പൺ ചെയ്തേ? ഇന്നലെ കണ്ടാണ്. ഇന്നലെ സെൻസർ ഈ പറഞ്ഞ കേരളം GCC ഏറ്റവും അവസാനം വരെ വെയിറ്റ് ചെയ്തിട്ട് കയറി അടിക്കുന്നത്. ബാക്കി എല്ലായിടത്തും ഭയങ്കര എടാ അതെന്താന്ന് വെച്ചാലേ ഇവിടൊക്കെ അവസാനം ഇപ്പൊ കേരളവും കണ്ടില്ലേ, ഇപ്പൊ കൈരളി പോലത്തെ ഇമ്പോർട്ടന്റ് സ്ക്രീനൊക്കെ അവസാനമാണ് ഓപ്പൺ ആയത്. ഈ GCCയിലും അങ്ങനെ ആൾക്കാർ നോക്കിയിരിക്കും. പക്ഷെ ബാക്കിയുള്ള ടെറിട്ടറീസ് ഒക്കെ നമുക്ക് ഏകദേശം അറിയാം എവിടൊക്കെ സിനിമകൾ വരുന്നു, ഇവിടൊക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. കോഴിക്കോട് അതിന് കൈരളി മാത്രല്ല, രാധയും കൂടെ ഓപ്പൺ ആയില്ലേ. രാധ രാവിലത്തെ 8 മണിയുടെ ഷോ ഓൾമോസ്റ്റ് 90% ആയി. വൈകുന്നേരം കണ്ട് ഓപ്പൺ ആയിട്ടുള്ളൂ. നിങ്ങളല്ലേ പറഞ്ഞ രാധയിൽ ആള് വരൂല? രാധയിൽ ആള് വരൂലല്ലോ, പൊതുവേ വരാറില്ലല്ലോ, നിനക്കറിയാലോ. അപ്സരയും കൈരളിയും കഴിഞ്ഞുള്ള പ്രിഫറൻസേ ഉള്ളൂ രാധയ്ക്ക്. അല്ല പണ്ട് മെയിൻ സെന്റർ ആയിരുന്നപ്പോ പോലും നമുക്ക് അവിടെ കയറാൻ മടിയാ. അത് ശരിയാണ്. അല്ല ഇതിപ്പോ കോഴിക്കോട് എല്ലാ സ്ക്രീനും കളിക്കുന്ന പടമായി മാറിയില്ലേ. ഫസ്റ്റ് പടമാണ്. മിറാജ് വന്നതിന് ശേഷം എല്ലായിടത്തും കളിക്കുന്നുണ്ട്. നാളെ കോഴിക്കോട് എന്തോ ഡ്രസ് കോഡൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, വൈറ്റും ബ്ലാക്കും. ആണോ? അപ്സരൽ അങ്ങനെ ഒന്നുമില്ല, നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്സരലാണ് കാണുന്നത്. അപ്പൊ എനിക്ക് വൈഷ്ണവ് ഒരു ഇതയച്ചു തന്നല്ലോ, എന്താ അതെവിടെ? അപ്സരലല്ലേ? അപ്സരലാണ് ഫാൻ ഷോ ഉള്ളത്. എല്ലാരും അവിടെ തന്നെയാണല്ലോ. കാര്യമായിട്ടുള്ള മെയിൻ ഫാൻ ഷോ അവിടെ തന്നെയാ. ടിക്കറ്റ് കിട്ടിയാ? ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ലാലേട്ടൻ നാളെ വരുന്നുണ്ടോ പടം കാണാൻ? എവിടെയാ കവിതയിലിട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ വാട്സാപ്പിൽ കണ്ടായിരുന്നു. എന്താണ് അപ്ഡേറ്റ് ഉണ്ടോ ലാലേട്ടന്റെ? കവിതയെന്ന് ഇങ്ങനെ കേൾക്കുന്നു. പുള്ളി പോയോ? പോയി പുള്ളി ജിത്തു ജോസഫ് മൂവി സ്ട്രീറ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ. അല്ല പുള്ളി മിക്കവാറും ജിത്തു ജോസഫിനെ ആരെങ്കിലും വരുത്താനുള്ള പ്ലാൻ തന്നെ. ജിത്തു ജോസഫ് നേരിനെങ്ങാണ്ടല്ലേ നമ്മുടെ സ്പേസ് വന്നിട്ട് പറഞ്ഞത്, നിങ്ങൾ പേടിക്കൊന്നും. അറ്റ്ലീസ്റ്റ് ആവതൊന്ന് കിട്ടിയാൽ മതി, വേറൊന്നും വേണ്ട. ഇനിയിപ്പം കിട്ടിയില്ലേ നമ്മൾ കാണാൻ തീരുമാനിച്ചു. ഇതിന് പൊതുവെ ലാൽ ഫാൻസിനൊന്നും വലിയ റെക്കോർഡൊന്നും വലിയ താല്പര്യമില്ല. കാരണം എമ്പുരാൻ 68 കോടി അടിച്ചുകൊണ്ട് ഇത് 30 അടിക്കുമ്പോഴും 25 അടിക്കുമ്പോഴൊന്നും വലിയൊരു ഇത് തോന്നുന്നില്ല. കാരണം മുമ്പിൽ ലാലേട്ടൻ തന്നെ ഉള്ളത്. അത് നിങ്ങൾ തന്നെയല്ലേ അതില് മെയിൻ ഗ്രൂപ്പിൽ കിടന്ന് കരയുന്നു. അത് 2,500 പോരാ, 2,500 പോരാ, 3,000 വേണം, 4,000 വേണം, 4,000. നീ തന്നെ പറഞ്ഞില്ലേ പൊട്ടൻഷ്യൽ ഉള്ള പടമല്ലേ നമ്മള് കാണുന്നതല്ലേ. ഈ 3,000 വരും, പക്ഷെ അവസാനം 3,000 വരുമായിരിക്കും. 3,000 കയറട്ടെ, അതിനുള്ള വകുപ്പുണ്ടെന്നേ. കാരണം കോഴിക്കോടൊക്കെ ഇങ്ങനത്തെ ഒരു വകുപ്പുണ്ട്, ഡിമാൻഡ് ഉണ്ട്. അത് കേരളത്തിലെ ഷോസ് കണ്ടാ അറിയാലോ. എസ്പെഷ്യലി എനിക്കൊന്ന് കോഴിക്കോട് ജില്ലയിലൊക്കെ ഒക്യുപ്പൻസി ഭയങ്കര കൂടുതലാണ്. അല്ല ഇവിടെ എന്താ വെച്ചാൽ നമുക്കറിയാലോ, ഇപ്പൊ ഈ ഒരു മാസ് പടം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇനീഷ്യലി കോഴിക്കോടൊന്നും ബുക്കിംഗ് ഇങ്ങനെ വരാറില്ല. ഇടുമ്പോഴേക്കും ഫില്ലായി പോകും. കോഴിക്കോട് വിട്, നമ്മുടെ കാഞ്ഞങ്ങാട് ഉണ്ട് ബുക്കിംഗ്, വൻ ബുക്കിംഗ്. അപ്പൊ ആലോചിച്ചോണ്ട് ആരെങ്കിലും ശ്രദ്ധിക്കും. കുറെ നേരം കാഞ്ഞങ്ങാട് എല്ലാരും ശ്രദ്ധിക്കൂ. പിന്നെ ശ്രദ്ധിക്കണം ഇഷ്ടം കാഞ്ഞങ്ങാട്. അതല്ല, എറണാകുളത്ത് വേറെ എവിടെ ഒരു തിയേറ്റർ ആരും ബുക്ക് ചെയ്യാതെ, എമ്പുരാന് പോലും ബുക്ക് ചെയ്യാത്തടത്ത് വരെ അതെന്തൊരു കൊച്ചിയിൽ അവിടെ മാത്രം പച്ചത്തിക്കണുള്ളൂ. ബാക്കി എല്ലാതും
അല്ല അത് അവിടെ രണ്ടെണ്ണം ഫാസ്റ്റ് ഫാസ്റ്റ് ഫില്ലിംഗ് ഫില്ലിംഗ് ആയി. ഒന്ന് രണ്ട് ഷോ അത് കാണിച്ചു. എക്സ്ട്രാ ഷോ ആഡ് ചെയ്തു അവിടെ. എടോ അങ്കിൾ കാഞ്ഞങ്ങാട് 11 PM ഒരു ഷോ ഫില്ല് ചെയ്യാനുണ്ട്, പോയി ഫില്ലാക്കിട്ട് പെട്ടെന്ന്. ബാക്കി എല്ലാം ഡോണ്ട് വറി അതൊക്കെ ഫില്ലായിക്കോളും. ഈ സംഭവം ഇങ്ങനെ പറഞ്ഞ കണക്ക് ജേണർ മാസം അങ്ങനത്തെ ഉള്ള ഒന്നുമല്ല. അപ്പൊ അതിന് ഇത്രയും പ്രീ സെയിൽസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അത് ഇവിടെ നടത്തൂ. അത് ഈ കേരളത്തിൽ ഒരു പടത്തിലെ അങ്ങനെ സംഭവം വരത്തുള്ളൂ, വേറെ ഒരു സ്ഥലത്തും വരത്തില്ല. മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ പടം സത്യം പറഞ്ഞ ഇത് കൂടെ ഒക്കെ പ്രൊമോഷൻ കൊടുക്കാനുള്ളതാണ്, അത് ഡിസപ്പോയിന്റഡ് ആയി പോയി. അതെ, ഇതില് ബാക്കി അടിച്ചു തീർക്കട്ടെ. ഇല്ല അതെ, ഇതിനെന്താന്ന് വെച്ചാൽ സീക്വൽ പടങ്ങൾക്കല്ലല്ലോ. കാരണം പൊതുവെ എല്ലാവരും പറയും സീക്വൽ ആയിട്ടാണ്, പക്ഷെ ഇതിങ്ങനെ ഒരു എല്ലാ സീക്വൽ പടങ്ങൾക്കില്ല. കാരണം ആട് നമ്മൾ കണ്ടതാണ്, വാഴ 2 നമ്മൾ കണ്ടതാണ്. അപ്പൊ അതൊക്കെ അതിനപ്പുറത്തൊരു ഇമോഷൻ ഉണ്ട് ജോർജ് കുട്ടി ആൻഡ് ഫാമിലിനോട് മലയാളികൾക്ക്. அண்ணா ഓ அண்ணா யா சொல்லுங்க ஹலோ சொல்லுங்கப்பா. நத்திங். நாளை திருஷம் 3 கழிஞ்சு வேற ஏதோ மூவி அப்டேட்ஸ் என்று பறந்துட்டுண்டு. கேட்கல, கொஞ்சம் சத்தமா சொல்லுவியே. ഹലോ നാളെ ഇപ്പൊ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. നാളെ ദൃശ്യം 3 റിലീസ് കഴിഞ്ഞ് വേറെ ഏതോ പുതു മൂവി അപ്ഡേറ്റ്സ് ഉണ്ട് പറഞ്ഞ് சில சோர்ஸ் ഉണ്ട്. அது அந்த சிரஞ்சீவி ஃபிலிம் தான் நினைக்கிறேன். அப்ப ക്യാമിയോ റോൾ വരുവാടെ എബി, അത് അങ്ങനെ വല്ല അറിവുണ്ടോ? നാളെ ബർത്ത്ഡേ ആയതുകൊണ്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോന്നാ പുള്ളി ചോദിക്കണേ, ദൃശ്യം 3 അല്ലാതെ. മേബി കണക്കിങ്ങ. ഓ தெரியல பாஸ். இருந்தாஸ் நீங்க கேவிஎன்ல லைவா டியூன் பண்ணுங்க. ஓகே, ஒரு சின்ன ரிக்வெஸ்ட். ஓ ஃபாலோ பேக் வேணுமா? இல்ல ஃபாலோ பேக் பண்ணுங்க. எனக்கு அந்த 3 நாள் லாலேட்டர் ஃபேன்ஸ் ஜிசில ஆட் பண்ணிருப்பா. லாலேட்டர் ஃபேன்ஸ் ஜிசியா? எடா ஜிஸ்ஸே ஜிஸ் கிட்ட சொல்றேன். இப்போ இந்த கால் முடிஞ்சதும் இல்ல, இந்த ஸ்பேஸ் முடிஞ்சதும் ஆட் பண்றேன். ഹലോ എന്താ പറഞ്ഞ കേട്ടില്ല. അതാ ഗ്രൂപ്പ് ലാലേട്ടൻ ഫാൻസിന്റെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ. ബ്രോ இந்த கால் முடிஞ்சதும் ஆட் பண்றேன். சாரி, ஸ்பேஸ் முடிஞ்சதும் ஆட் பண்றேன். ஓகே, நோ இஷ்யூஸ். உங்க பேரு? விக்னேஷ். ஓகே சரி பாஸ். ഉട്ടോപ്യൻ പ്രീ സെയിൽസ് ഇതൊക്കെ പറ, എവിടെ 40 കോടി ഇറ? സോറി. GCC എത്ര ഷോസ് കളിച്ച്? വാട്ട് ഈസ് ദ ഫൈനൽ ഷോ കൗണ്ട് GCCയില്? ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞിട്ട് ഇതാക്കണ്ട. 40 കോടി GCC ഷോസ് ഉണ്ട്. 1600 ഉണ്ടോ? എത്രയാ? പ്രീ സെയിൽസ് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ഞാൻ എക്സ്പെക്ട് ചെയ്ത ആ റേഞ്ച് വന്നു. GCC മാത്രമാണ് അണ്ടർ പെർഫോം ചെയ്തത്. GCC ഞാനൊരു 1.5 മില്യൺ റേഞ്ചാ പ്രതീക്ഷിച്ച പ്രീ സെയിൽസ്, ബട്ട് നിയർ 1 മില്യനാ വന്നത്. ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് വന്നു. 33-35 റേഞ്ചിൽ വരും. ലൈക്ക് പിന്നെ കേരള 8 CR പ്ലസ് പോയി. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഓൾമോസ്റ്റ് 5 വന്നോ? 5ന്റെ അടുത്ത് വരുന്ന പ്രതീക്ഷിച്ച, അറിയില്ല എത്ര വന്നു. പിന്നെ ബാക്കിയെല്ലാം നോർത്ത് അമേരിക്ക, UK, അയർലൻഡ്, ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ആ 400K പ്ലസ് റേഞ്ച് വന്നിട്ടുണ്ട്. സോ മെയിൻലി GCC ആണ് അണ്ടർ പെർഫോം ചെയ്ത്. അണ്ടർ പെർഫോം ഇൻ ദ സെൻസ് ഞാൻ പ്രതീക്ഷ അത്ര വന്നില്ല. ബട്ട് ഞാൻ വിചാരിക്കുന്ന നെക്സ്റ്റ് വീക്ക് ഹോളിഡേസ് ഉള്ളതുകൊണ്ട് ഐ തിങ്ക് കുറെ പേര് അതിനു വേണ്ടിയിട്ട് അതിന്റെ ഒരു എഫക്റ്റ് ആണ് തോന്നുന്നത്. മേ ബി GCC നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടാകും. പൊതുവെ ഒരു മാസ് ജോണർ മലബാർ ടീംസ് കൂടുതലുണ്ടെന്നെ ഒരു മാസ് പടം അല്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോ ഒരു അതും പ്ലസ് നെക്സ്റ്റ് വീക്ക് ഡേ 3 days ഹോളിഡേ വരുന്നുണ്ട്. അതിന്റെയും ഉണ്ടായിരിക്കാം മേ ബി. അതായിരിക്കാം. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ആ റേഞ്ച് വന്നു. പിന്നെ ഇപ്പം പോസിറ്റീവ് ടോക്ക് വന്നാൽ ഐ എം സ്റ്റിൽ എക്സ്പെക്ടിങ് 65 CR പ്ലസ് ഡേ 1. 65 പ്ലസ് പോസിറ്റീവ് ടോക്ക് ആണെങ്കിൽ. അതാ ഓവർസീസിൽ കയറിക്കോളും. 4.5 മില്യൺ പ്ലസ് പോസിറ്റീവ് ആണെങ്കിൽ ഒരു 4.5 മില്യൺ പ്ലസ് ഓവർസീസ് പോവും. പിന്നെ കേരള 12ഉം പിന്നെ ലൈക്ക് ഇന്ത്യയിൽ ഒരു ക്ലോസ് ടു 25 വരും.
So still positive വന്നാൽ I am still expecting 65 CR. No comments. ആരും comments ഇല്ല. അല്ല അത് വന്ന നല്ല കാര്യമാണ്. പക്ഷെ ഞാനൊരു 50 കോടി പ്ലസ് പ്രതീക്ഷിക്കുന്നുള്ളൂ. അല്ല പോസിറ്റീവ് വന്നാൽ ഇത് വരും. കാരണം ഈ ബ്രോ പറഞ്ഞ പോലെ തന്നെ ഷോസ് ചാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കാത്തൊരു തരത്തിൽ തുടരും ഒക്കെ തുടരും ഒന്നും 17 സംഭവിക്കാം. ശരിയാ, തുടരും നമുക്ക് വോക്കിൻസ് ഭയങ്കര കൂടുതലായിരിക്കും GCC. അത് തന്നെ GCC മാത്രല്ല ഓവർസീസ് എല്ലാം അവിടെ നല്ല ഷോസ് ഉണ്ട്. USA ഒക്കെ നല്ല ഷോസ് ഉള്ളത്. അതെ, അതുണ്ട്. അല്ല ഞാൻ പറഞ്ഞ കുറച്ചൊന്ന് അണ്ടർ പെർഫോം ആയിട്ടുള്ള GCC ആണ് ആ ഒരു ഏരിയ. ഈവനിങ് വാക്കേഴ്സ്, അതായത് ഒരു 4 o'clock onwards ഉള്ള ഷോ GCC നല്ല GCC 5 o'clock 8 o'clock ഷോസ് ഒക്കെ നല്ല ഫാസ്റ്റ് ഫീലിംഗ് ആണ്. നൈറ്റ് ഷോസ് മാത്രം ഇപ്പോൾ ഉള്ളതില്. പിന്നെ മോർണിംഗ് ഷോസും 6 മണിക്കാണ് അവിടെ ഫസ്റ്റ് ഷോ തുടങ്ങും. ആ സമയത്തൊന്നും വലിയതായിട്ട് പുള്ളിങ് ഇല്ല. അല്ല കേരളത്തിൽ വരും. 11 മണിയാകുമ്പോഴേക്കും ഇപ്പോ നാളെ പോസിറ്റീവ് പോകുമ്പോ വന്നു കഴിഞ്ഞാൽ എന്തായാലും നല്ല രീതിയിൽ തന്നെ ആള് കയറും. പിന്നെ മറ്റന്നാ ഫ്രൈഡേ ആണല്ലോ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു പോസിറ്റീവ് ഫോം വന്നാല് ഇപ്പം GCC 2 million പ്ലസ് എങ്കിലും പോകൂലേ അറ്റ്ലീസ്റ്റ്? ഓക്കെ. പിന്നെ നോർത്ത് അമേരിക്ക നിയർ 1 million പിന്നെ UK അയർലൻഡ് ക്ലോസ് ടു ആ റേഞ്ച് വരും. പിന്നെ ബാക്കി റെസ്റ്റ് ഓഫ് യൂറോപ്പും പിന്നെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എല്ലാം ഉണ്ട്. അപ്പൊ 4.5 million പ്ലസ് എന്തായാലും പോകും ഓവർസീസ് ഡേ 1. ഓക്കെ, 4.5 million എന്ന് പറഞ്ഞാല് ഓൾമോസ്റ്റ് 43 CR ആയി. 43 CR. പിന്നെ ലോക്കലി കേരളത്തിൽ എത്ര വരുന്നു ഓൾമോസ്റ്റ് ആ റേഞ്ച് തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വരും. പോസിറ്റീവ് ടോക്ക് ആണെങ്കിൽ 10 to 12 CR റേഞ്ച് വരും റെസ്റ്റ് ഓഫ് ഇന്ത്യ. പോസിറ്റീവ് ആണെങ്കിൽ മിക്കവാറും ഈ പറഞ്ഞ പോലെ 2 ദിവസത്തിൽ 100 കോടി തന്നെ അടിക്കാതെ ചാൻസ് ഉണ്ടല്ലോ. ഇത് ഈസി 2 കൂടി ഉറപ്പാണ് 2 days. അതിൽ നോ ഡൗട്ട്. പോസിറ്റീവ് വന്നാല് നമുക്ക് പിന്നെ ഓൾമോസ്റ്റ് എമ്പുരാന്റെ ആ റേഞ്ച് തന്നെ വരും വീക്കെൻഡ്. അല്ല തുടരും തന്നെ നമുക്ക് 5 CR വേൾഡ് വൈഡ് ഇല്ലായിരുന്നല്ലോ പൈസയിൽ. എന്നിട്ടല്ലേ 17. അതെ 17 CR വന്നല്ലോ. പോസിറ്റീവ് വന്നാൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു പുള്ളിങ് എല്ലാ ഏരിയയിലും ഉണ്ടാവും. ഡെഫിനറ്റ്ലി കേരളത്തിൽ ഉൾപ്പെടെ. കേരളത്തിൽ 11 മണിക്ക് റിവ്യൂസ് വരും. പിന്നെ അങ്ങോട്ട് 5 ഷോ ബാക്കിയുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി അത് റിഫ്ലക്ട് ആവും. റെസ്റ്റ് ഓഫ് ഇന്ത്യ ഷോസ് കൂടുതലുള്ളതുകൊണ്ട് അതും ഈവനിങ് ഒക്കെ ഭയങ്കരമായിട്ട് അഡ്വാൻറ്റേജ് ആവും. അതുപോലെ GCC നമുക്ക് കുറച്ച് നേരത്തെ ഇപ്പൊ തുടങ്ങും. തുടരും നമുക്ക് 10 മണിക്കായിരുന്നു വേൾഡ് വൈഡ് ഫസ്റ്റ് ഷോ. അതെ ലേറ്റ് ആയിരുന്നു. സോ റൂം ഫോർ ഗ്രോത്ത് കുറെ ഉണ്ട് പോസിറ്റീവ് ഫോം ആണെങ്കിൽ. ഏകദേശം നമ്മുടെ പ്രൊമോഷനും ഷോവും ആയിരുന്നു. ഒന്നുമില്ല, കണ്ടന്റ്സ് ഒന്നും ഇല്ല. അതിനുശേഷം ഒരു കണ്ടന്റും ഇല്ല. അല്ല ഞാൻ ഓൾമോസ്റ്റ് ആ പ്രതീക്ഷിച്ച റേഞ്ച് തന്നെയാ വന്നത് എക്സെപ്റ്റ് GCC. ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് ആ നിയർ വന്നു. ചെറിയൊരു 5% ഒരു കുറവുണ്ടാവും, അത്രേ ഉള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് ആ റേഞ്ച് തന്നെ വന്നിട്ടുണ്ട്. കേരള സ്ക്രീൻ ഷെയറിംഗ് എങ്ങനെയാണാവോ ഈ വീക്കില്? അണ്ണാ അണ്ണാ പറയൂ, സ്ക്രീൻസ് എങ്ങനെയാണ്? ഇപ്പൊ അതിരടി ഉണ്ട്, കറുപ്പുണ്ട്. അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ്? എടാ നമ്മുടെ പടത്തിന്റെ എനിക്ക് തോന്നുന്നില്ല, അതായത് ആകെ കോംപ്ലക്സ് മാത്രമേ സ്ക്രീൻ ഷെയറിംഗ് ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ മെയിൻ സെന്റേഴ്സിലൊക്കെ നമ്മുടെ പടം തന്നെ ആയിരിക്കും. ആകെ എനിക്ക് തോന്നുന്ന രാഗം 2 ഷോ അതിരടി ഉണ്ട്. അല്ലാണ്ട് ബാക്കിയെല്ലാം നമ്മുടെ അങ്ങനത്തെ പ്രശ്നമൊന്നും വരൂല. വീക്കെൻഡ് മെയിൻ പോസിറ്റീവ് ഫോം വന്നാൽ പിന്നെ വേറെ പടം ഒന്നും സീനല്ല. പോസിറ്റീവ് വന്നില്ലെങ്കിലും നമ്മുടെ ഓൾറെഡി ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ടല്ലോ. ഏകദേശം വീക്കെൻഡ് തന്നെ ഏകദേശം ചാർട്ടഡ് ആണ്. അതുകൊണ്ട് അതിനാണല്ലോ നമ്മൾ നേരത്തെ ബുക്കിംഗ് ഇട്ടത്. നമുക്ക് അങ്ങനെ സ്ക്രീൻസിന്റെ പ്രശ്നമൊന്നുമില്ല. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. ഇപ്പൊ നമ്മളിപ്പം ലോക അടിച്ചു തൂക്കിക്കൊണ്ടിരുന്ന സമയത്താണ് പുള്ളി ഹൃദയപൂർവ്വം അത്ര ഷോസ് ഹോൾഡ് ചെയ്തത്. അപ്പൊ അതൊന്നും വിഷയമൊന്നുമില്ല. അങ്ങനത്തെ മെയിനായിട്ട് ഇപ്പൊ ട്രാക്കിംഗ് നോക്കിയപ്പോ എനിക്ക് വന്ന അതിരടി എനിക്ക് വന്ന 700 പ്ലസ്, അതായത് ഒരു 800 ഷോസ് മിനിമം കയറും. കറുപ്പ് എനിക്ക് വന്ന 300 to 350 ഷോസ് ഉണ്ട്. അപ്പൊ കേരളത്തിന്റെ സ്ക്രീനിങ് കപ്പാസിറ്റി വെച്ചിട്ട് ഒരു ദിവസം
5 ഷോസ് വെച്ചിട്ടുണ്ടെങ്കിലും മിനിമം എങ്ങനെ പോയാലും ഒരു 5 അല്ല 6 ഷോ ഒക്കെ കളിക്കുന്നുണ്ടല്ലോ വീക്കെൻഡിൽ. ഉണ്ട്. നമുക്കൊരു 4000-ന്റെ അടുത്ത് ഷോസിന്റെ കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ മറ്റേ 2 പടങ്ങളോട് ഒരു 1000, നമുക്ക് എങ്ങനെ പോയാലും ഒരു 2800 2700 ഒക്കെ മിനിമം എങ്ങനെ പോയാലും ഉണ്ടാവേണ്ടതാണ്. പിന്നെ സെക്കൻഡ് ഡേ തൊട്ട് നമുക്ക് ഒരു ഷോ കുറയും എല്ലായിടത്തും. കാരണം 8 AM ഷോ ഉണ്ടാവൂല. പക്ഷെ കുറെ തിയേറ്റേഴ്സ് അതിന് പകരം നൈറ്റ് ഷോസ് ഇടുന്നുണ്ട്. 1 o'clock. അപ്പൊ അത് മീറ്റ് ചെയ്ത് പോകേണ്ടതാണ്. ലോക എന്റർടൈൻമെന്റ് അവരുണ്ട് കേട്ടോ. ലോക എന്റർടൈൻമെന്റ്സ് സ്പേസിലുണ്ട്. വിളിക്കുന്നെങ്കിൽ MFC ആഡ് ചെയ്യടാ. സ്പെഷ്യൽ ഗസ്റ്റ് വന്നിരിക്കുകയാണ്. എണ്ണി കഴിഞ്ഞോ മില്യൺസ്? വന്നു. ചില്ലറ എണ്ണി തീർന്നിട്ടുണ്ടാവല്ലോ. 5 മില്യണൊന്നും തള്ളാനായില്ലടാ. ആദ്യം 3 അടിക്കട്ടെ. എന്തെല്ലാം എന്നിട്ട് ഇന്ന് ആരുമില്ല, ഗസ്റ്റ് ആരുമില്ല. നീ തന്നെ ഗസ്റ്റ്. ലാലേട്ടൻ വരും. വന്നിരുന്ന കൊള്ളാം. നാളെ ബർത്ത്ഡേ ആയിരുന്നു. ഉണ്ണിയണ്ണൻ കൊണ്ടുവരുമോ? അറിയാൻ പറ്റാലോ, പുള്ളി മൂട്ടിലാണെ വരുമായിരിക്കും. പുള്ളി മറ്റേ വിഷു മോഡിലായാൽ മതിയായിരുന്നു. സത്യം, അതൊരു കണ്ടന്റ് ആയിരുന്നു. പ്രതീക്ഷയുണ്ടോന്ന് ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ. പടം കാണുന്നേ? ഞാൻ കാലിക്കറ്റ്. അപ്സരല്ല, കൈരളി ടിക്കറ്റ് എടുത്ത്. നീ കൈരളിയിലുണ്ടോ? ജസീലെ ഷോ കഴിഞ്ഞ് വിളിക്കുന്നാല്. നീ അപ്സരയിലല്ലേ? ഞാൻ അപ്സര. ഞാൻ അവിടുന്ന് ഇറങ്ങും. ഞാൻ തൊണ്ടയാട് ഉണ്ടാവും. കഴിഞ്ഞിട്ട് എന്തായാലും വിളിക്കാം. ആയിക്കോട്ടെ കഴിഞ്ഞിട്ട് വിളിക്ക്. കഴിഞ്ഞിട്ട് ഉണ്ടായാൽ മതിയായിരുന്നു അല്ലേ? വിളിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് സാധാരണ ഫസ്റ്റ് FDS കഴിഞ്ഞാൽ UK എന്നാ കോള് വരാം. അപ്പൊ ഞാനും അതാ, ആ കോള് വന്നാൽ സംഗതി വളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പാളിയിട്ടുണ്ടെന്ന് അർത്ഥം. അടിപൊളി, എന്തായാലും അടിക്കട്ടെ. എമ്പുരാൻ കഴിഞ്ഞിട്ട് നിന്റെ മെസ്സേജ് പോലെ ആവായിരുന്നു. അതുപോലെ ആവല്ലേ? എമ്പുരാൻ സ്റ്റിൽ നമ്മളോട് നന്ദി പറയണ്ടേ? സനോജ് എത്തിയില്ല. സനോജ് ബാംഗ്ലൂർ ഒരു 10-20 ടിക്കറ്റ് കൂടെ കൂടുതൽ ബുക്ക് ചെയ്യാൻ വേണ്ടി പോയേക്കും. ഇനിയുണ്ട് ഒരു 30 പേർക്കാണ്ട്. വൈകുന്നേരം ഒരു പോസ്റ്റ് കൂടെ ഇടുവാറുണ്ട് വിളിച്ചു. ഞാനതാ ഗ്രൂപ്പിൽ പറഞ്ഞു. ഏകദേശം ബാംഗ്ലൂർ ഹിസ്റ്ററിയില് നമ്മൾ ഫാൻസ് നടത്താൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. ഇന്നേ വരെ ബാംഗ്ലൂരിൽ ഇമാതിരി ഒരു ഉള്ള ഫാൻഷോ നടന്നില്ല. 5 തവണ തിയേറ്റർ മാറ്റി. എന്താ സംഭവിച്ചു? ഇവൻ ബാംഗ്ലൂർ എത്തി, അതോടെ തീർന്നു ബാംഗ്ലൂർ ഫാൻസ്. ഇവൻ എവിടെ പോയാലും അങ്ങനെ. അവൻ തിരുവനന്തപുരം നശിപ്പിച്ചവൻ കൊച്ചി വന്നു. എന്നിട്ട് കൊച്ചിന്ന് കവിതയിൽ രാവിലെ ഒന്നെടുക്കും, എന്നിട്ട് രാത്രി 11 മണിക്ക് വേറെ ഒന്നെടുക്കും. ടോട്ടൽ ലോക്കൽസിന്റെ പൾസ് അറിയാൻ വേണ്ടിട്ട് ഒരു ടിക്കറ്റും കൂടെ എടുക്കും. അങ്ങനെ പങ്കജിന്റെ പുറകെ അവിടെ ഫ്ലെക്സ് അടിച്ചിട്ടുണ്ട്, കന്നഡ ഡയലോഗ് എഴുതിയാണ്ട്. കണ്ടില്ലല്ലോ അല്ലെ? വീഡിയോ ആയിട്ട് വരുമല്ലോ. ഇത് മണിക്കൂറിൽ 25 അടിക്കും എന്ന് പറഞ്ഞിട്ട് ആരെയും വെച്ച് വെച്ചിട്ടുണ്ടോ? ബാലാജി ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. 90K BMS 20 അടിക്കുമ്പോ. ഹലോ, സ്പേസിൽ എത്ര പേരുണ്ട്? എല്ലാരും ഓരോ ടിക്കറ്റ് എടുക്കും. ഹലോ,
കേൾക്കാം പറഞ്ഞോ. ബ്രോ, ലോക എന്റർടൈൻമെന്റ്സ്. യെസ്, ആ കേക്കാവോ? കേൾക്കാം ബ്രോ, കേൾക്കാം. കേൾക്കാം, പറഞ്ഞു. ആ ദൃശ്യത്തിന്റെ നാളത്തെ റിലീസിന് എല്ലാരും കാത്തിരിക്കുകയാണ്. മനോജേട്ടാ, എന്തോ ജർമ്മനി ഇല്ലാത്തത് വലിയ സങ്കടമായിട്ട് ഞങ്ങൾ ആദ്യം തന്നെ അതൊരു ഇതായിട്ട് രേഖപ്പെടുത്തുകയാണ്. ലോക ജർമ്മനി ചെയ്യാത്ത ഒരു സങ്കടം ഇനി എന്നോട് ആരും പറയാൻ ബാക്കിയില്ല. ഇന്ന് പോലും എനിക്കൊരു 10-15 പേര് വിളിച്ച് എന്താ അവിടെ സ്ക്രീൻ ഇല്ലാത്ത ഇവിടെ ഷോ ഇല്ലാത്തെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് എൻഡ് ഓഫ് ദ ഡേ ഡിസ്ട്രിബ്യൂട്ടർ ഈസ് അൾട്ടിമേറ്റ് ആണല്ലോ. അപ്പൊ ഇതിൽ പോവും. തീർച്ചയായിട്ടും ഓൾറെഡി ഇപ്പോ നാളെ കാണാൻ വിചാരിച്ചവരൊക്കെ ഞായറാഴ്ച ആദ്യത്തെ ഷോ അവർക്ക് കിട്ടുന്നത്. അപ്പൊ ഞായറാഴ്ചയൊക്കെയാണ് അവർ കാണുന്നത്. ലോകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഞങ്ങൾക്ക് അന്ന് വ്യാഴാഴ്ച രാവിലെ തന്നെ കാണാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് അതിനൊരു ക്ലാരിഫിക്കേഷനും മനേട്ട ഇവിടെ പറയണം. തീർച്ചയായിട്ടും ഞങ്ങൾക്കും അതിൻ്റെതായ സങ്കടമുണ്ട്. പക്ഷെ ചില കാര്യങ്ങളുണ്ട്, അത് നമുക്കത് പുറത്തു പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായാലും ചില കാരണങ്ങളാൽ അത് മാറിപ്പോയി. പക്ഷെ അതിൻ്റെതായ സങ്കടങ്ങൾ ഞങ്ങൾക്കുണ്ട്. പക്ഷെ എന്തായാലും നന്നാവട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന. എന്നാലും നമ്മുടെ ബിഗ് നിങ്ങൾ എടുത്തില്ലല്ലോ സങ്കടം. അല്ല, നമ്മൾ അടിക്കുന്ന ഇന്ത്യൻ റെക്കോർഡായിരുന്നു. പുഷ്പ, ജവാന് അവിടെയൊക്കെയാണ് അടിക്കുന്നത്. ആ അടിക്കുന്ന ചാൻസ് ആണ് ഇപ്പൊ ഇതിൽ പോയെ. നമ്മുടെ എമ്പുരാൻ ഇല്ലായിരുന്നോ? അതെ, എമ്പുരാനിലും ആ കിട്ടിയ ഓൾ ടൈം നമുക്കൊരു 500 ആക്കാൻ പറ്റിയ സാധനമായിരുന്നു ഇത്. നമ്മുടെ ഓപ്പണിംഗ് പോലെ ഇരിക്കും. അതാണ് ഓപ്പണിംഗ് എങ്ങനെ ഇരിക്കുന്ന പോലെ ഇരിക്കും. അതാണ് ഇപ്പൊ നമ്മൾ ഏതൊക്കെയാണ്? സ്വിറ്റ്സർലാൻഡ്, നെതർലാൻഡ്, ഓസ്ട്രിയ. നമ്മൾ സ്വിറ്റ്സർലാൻഡ്, ബെനലെക്സ് ആണ്. ബെനലെക്സ് എന്ന് പറയുന്നത് നെതർലാൻഡ്സ്, ബെൽജിയം, ലുക്സംബർഗ്, ഓസ്ട്രിയ, ചെക്ക്, പോളണ്ട്, സ്ലോവേക്കിയ, നോർവേ, ഡെൻമാർക്ക്. ഇത്രയുണ്ട്. അതിന്റെ എല്ലാം നമ്മൾ ഓൾറെഡി ഇറക്കിയിട്ടുണ്ട്. കണ്ടു, ഞാൻ ഷെയർ ചെയ്തായിരുന്നു. കണ്ടു. എന്തായാലും അതെന്തായാലും കൊള്ളാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബുക്കിംഗ് ഉണ്ട്. സോ എന്തായാലും അവിടെ എങ്ങനെ നാളെ ഉണ്ടോ അതോ നാളെ ഉണ്ട്. നമ്മള് ഒരിക്കലും ഈ വലിയ പടങ്ങൾ ഒരിക്കലും ഫസ്റ്റ് ഡേ വിടാറില്ല. അല്ല, യൂറോപ്പിലും മറ്റേ മൺഡേ അവധിയാണോ? യുകെയിലൊക്കെ മൺഡേ. അതെ. ഇവിടെ പലയിടത്തും മൺഡേ അവധിയാണ്. അതെ, കറക്റ്റ്. എല്ലാരും ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് മൈക്ക് എല്ലാവരും ഓഫ് ചെയ്യോ? എല്ലാരും മ്യൂട്ടാണല്ലോ. ആരാ വരുന്നുണ്ട് തോന്നുന്നു. പറയുന്നുണ്ട്.
ബർത്ത്ഡേ ബോയ് ആണ് ജിത്തു സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ID കാണാൻ പറ്റുന്ന നോക്കൂ. കാണാൻ പറ്റുന്നില്ല. റിക്വസ്റ്റ് എങ്ങാനും വന്നാ ID കാണാൻ പറ്റുന്നില്ല. ID കാണാൻ പറ്റുന്നില്ല. റിക്വസ്റ്റ് ചെയ്യാനോ എന്തെങ്കിലും പറയൂ. എടാ കാണുന്നുണ്ട്, ഒന്ന് നോക്കൂ. എവിടെ? ഓക്കെ വന്നിട്ടുണ്ട്. ജിത്തു സാർ കേൾക്കാമോ? കേൾക്കാം. ഹായ് സർ. ഹായ്, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. സർ നാളെ നമ്മുടെ പടം റിലീസാണ്. ഓക്കെ. ടെൻഷനാണോ? ഒരു ടെൻഷനും ഇല്ല. ഹലോ, ഒരു ടെൻഷനും ഇല്ല. ടെൻഷനാണോ ചോദിച്ചു, ഒരു ടെൻഷനും ഇല്ല എന്ന് മറുപടി പറഞ്ഞു. നാളെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പോകുന്നുണ്ട്. ഓക്കെ. എവിടെയാണ് കാണുന്നത് നിങ്ങളൊക്കെ? നമ്മുടെ ഞാനിപ്പോ കൈരളി ട്രിവാൻഡ്രം, ഓരോരുത്തരും അവരുടെ ലൊക്കേഷൻ കാലിക്കറ്റ് പ്ലാൻ ഉണ്ടോ സാർ? ഇതിനകത്ത് ഇപ്പൊ നമുക്ക് വേൾഡ് പല സ്ഥലത്തുള്ള എല്ലാ ആൾക്കാരുണ്ട്. ഞാനിപ്പോ ഇവിടെ ആന്റണിയും നമ്മുടെ ഇത് വാങ്ങിച്ച കുമാർ മംഗത്തും ഒക്കെ ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞത് 67 കൺട്രീസിലാണ് ഇത് നമ്മുടെ പടം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആൻഡ് കുമാർ മംഗത്ത് പറഞ്ഞു ഇവൻ ഹിന്ദി പോലും അത്രയും ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അതൊരു ഞങ്ങൾക്ക് ഒരു ന്യൂസ് ആയിരുന്നു. മൊത്തം നമുക്ക് നോക്കുമ്പോ നമുക്ക് 1500+ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. എന്നോട് കുമാർ മംഗത്ത് പറഞ്ഞാണ് 67 കൺട്രീസ്. അതിനകത്ത് പുള്ളി പറഞ്ഞു ഇങ്ങനെ ഹിന്ദി പോലും അത്രയും ചെയ്യാറില്ല എന്ന് പറഞ്ഞു. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല കേട്ടോ, പുള്ളി പറഞ്ഞതാണ്. അല്ല, പുറത്തുനിന്ന് അതുപോലെ വരുന്നുണ്ട് പോസ്റ്റുകളൊക്കെ. തെലുങ്ക്, കന്നഡ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലാംഗ്വേജിലുള്ള ആൾക്കാർ ഇടുന്നുണ്ട്. എല്ലായിടത്തും നല്ല റിലീസ് ഉണ്ട്. ഓക്കെ. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട്. അല്ല നിങ്ങളെ ഞാൻ പറയാം, നിങ്ങൾ ടെൻഷൻ അടിക്കണോ വേണ്ടയോ എന്നുള്ളതിന് ഇതാണ്. നിങ്ങളിപ്പോ ഒരു 1 or 2 പോലെ എന്നാ പറയാ, ഭയങ്കര ട്വിസ്റ്റും സസ്പെൻസും നിറഞ്ഞു നിന്ന് ഭയങ്കര അങ്ങനെ ഒരു ആംഗിളിൽ വന്നാൽ, അങ്ങനെ ഒരു ആംഗിളിൽ ചിന്തിച്ചിരിക്കുന്നവർ കുറച്ച് ടെൻഷൻ അടിച്ചു. കാരണം അത് ബുദ്ധിമുട്ടാണ്. ഇതൊരു നല്ല സിനിമയാണ്. പക്ഷേ ഇതിനകത്ത് സർപ്രൈസിങ് എലമെന്റ്സ് ഒന്നും ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ 1ലും 2ലും ഉള്ള പോലത്തെ ഒരു ഇതല്ല ഇത്. വേറൊരു ആംഗിളിലുള്ള സർപ്രൈസിങ് എലമെന്റ്സ് ആണ്. ആൻഡ് കുറച്ചുകൂടി ഒരു ഇമോഷണൽ, എനിക്ക് വേണം ഒരു ലാലേട്ടൻ്റെ ഒരു നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കാണാം. അത് കൂടാതെ വേറെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പക്ഷേ അത് ഭയങ്കര ഒരു, നിങ്ങൾ ഈ പറയുന്ന, ഞാൻ അതുകൊണ്ടാണ് തുടക്കം തൊട്ട് പറയുന്നത്, ഭയങ്കര ട്വിസ്റ്റ്, അത് പ്രതീക്ഷിച്ച് വരരുതെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്കൊരു നല്ല സിനിമ കാണണം, ജോർജ് കുട്ടിയുടെ ഫാമിലിയിൽ ഇനി എന്ത് സംഭവിക്കുന്നു എന്ന് കാണാനാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് വന്നിരുന്നു. സാർ അതെ, ഈ ഇപ്പൊ ട്രെയിലറിലൊക്കെ കാണിച്ച പോലെ ഒരു ലാലേട്ടന്റെ ഇമോഷൻ സൈഡാണ് ഇതിനകത്ത് കുറച്ചും കൂടി കാണിച്ചിരുന്നത്. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് ഇമോഷൻ, അതായത് ഭയമാണോ അതോ ഒരു ടൈപ്പ് ഓഫ് സങ്കടം അല്ലെങ്കിൽ ഒരു സാഡ്നെസ് ആണോ കൂടുതൽ ഫീച്ചർ ചെയ്യാൻ ശ്രമിച്ചേക്കുന്നത്? ഇത് ചോദിച്ചയാളുടെ പേരെന്നാ? ഉണ്ണിയാണ്. ഉണ്ണി ഒരു കൊലപാതകത്തിന്റെ ഭാഗമായാൽ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ചെയ്തു, അല്ലെങ്കിൽ അത് മറയ്ക്കുന്ന, അല്ലെങ്കിൽ ചെയ്തത് വളരെ വേണ്ടപ്പെട്ട ഒരാൾ ആരൊക്കെയോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരാളുടെ കൂടെ നിൽക്കുമ്പോൾ
പിടിക്കപ്പെട്ടിട്ടില്ല. ഉണ്ണി ഇങ്ങനെ ഓരോ തവണയും ഉണ്ണി എങ്ങനെയെങ്കിലുമൊക്കെ കടന്നുകൂടി പോവുകയാണ്. ജീവിതകാലം മുഴുവൻ ഉണ്ണി എന്തിനായിരിക്കും ഇത് ചെയ്യുന്നത്? ഭയമായിരിക്കില്ലേ? ഇപ്പം നമ്മൾ ടൂവിൽ ഒരു കാര്യം കാണിച്ചു. ആ കൊച്ചും ഇവരും സിറ്റ് ഔട്ടിലിരുന്ന് വർത്താനം പറയുമ്പോൾ ഒരു പോലീസുകാരൻ വന്നിങ്ങനെ പോകുമ്പോൾ എല്ലാവരും ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു എന്ന് പറയുന്ന ആ കൊച്ചിൻ്റെ എന്ന് പറയുന്ന പോലെ ജോർജ് കുട്ടിയെ ഇപ്പം ഞാനൊരു കറക്റ്റ് ഇത് പറഞ്ഞാൽ സെക്കൻഡ് പാർട്ട് അവസാനിക്കുമ്പോൾ പറയുന്നുണ്ട് എല്ലാം സേഫായി ഇതായി. പക്ഷെ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത നമ്മുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു, അതായൊക്കെയുള്ള ശിക്ഷ എന്ന് പറയുന്ന ഡയലോഗുണ്ട്. അപ്പം കുഴപ്പമെന്നു വെച്ചാൽ ജോർജ് കുട്ടി എപ്പോഴും എന്ത് അവസാനിച്ചെന്ന് പറഞ്ഞാലും ഇല്ല ഇനിയും എൻ്റെ പുറകെ പോലീസ് വരും അല്ലെങ്കിൽ ആരെങ്കിലും വരും എന്നുള്ള ഇതിന് തയ്യാറെടുപ്പിൽ ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് ജീവിതകാലത്തിലും മനസ്സമാധാനം കിട്ടുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതാണ്. അപ്പം നമ്മൾ ഇതുവരെ അവരിൽ അങ്ങനെ ജോർജ് കുട്ടിയുടെ ആ ആംഗിളിലേക്ക് നമ്മൾ കയറിയിട്ടില്ല. അങ്ങനെ കയറി നമ്മൾ ആ ട്രാക്കിലാണ് പോകുന്നത് എന്ന് കരുതി ഇത് ഭയങ്കര കരഞ്ഞ് ഭയങ്കര അങ്ങനത്തെ ഒരു ഇമോഷണൽ അങ്ങനല്ലത്. ഇതിനകത്ത് ഇമോഷൻസ് വേറെയാണ്. സർപ്രൈസിങ് എലമെന്റ്സ് ഒക്കെ ഉണ്ടാവാം. ചിലപ്പോൾ നിങ്ങളൊക്കെ കുറച്ച് ഊഹിക്കുന്നതും ആയിരിക്കാം. ഇതിനകത്തൊരു കുഴപ്പം എന്നാണെന്നറിയോ? ഫസ്റ്റിനകത്ത് നിങ്ങൾ ആരും ഇത് പ്രതീക്ഷിച്ചില്ല. കാരണം ടോട്ടലി ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് വന്നപ്പോഴത്തേക്ക് നിങ്ങൾ പലതും പ്രതീക്ഷിക്കാൻ തുടങ്ങി. ഇപ്പോൾ സെക്കൻഡൂടെ കഴിഞ്ഞപ്പോൾ നിങ്ങൾ അതിലും വലിയ പ്രതീക്ഷയിലാണ്. അപ്പം നിങ്ങളിങ്ങനെ, എനിക്കറിയാം സിനിമ കാണുന്ന പലരും ഞാനും ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ കാണുമ്പോൾ നമ്മളൊരു വാശിയോടെ ഇങ്ങനെ നോക്കും ഫ്രെയിമിൽ എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കാൻ. അപ്പം ചിലർക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പോഴും ഈ സിനിമ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഇമോഷണൽ ആംഗിളിൽ ഉള്ള ആ ഏരിയ നിങ്ങളെ എന്താ പറയുക പിടിച്ചിരുത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യത്തിനുള്ള ഉത്തരം എല്ലാം കൂടെ ഒന്നിച്ചു തന്ന പോലെ ഇപ്പൊ ഇതിപ്പോ പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ, ഒരു കൈൻഡ് ഓഫ്, ഞാൻ അവരെ പറയുന്നില്ല, അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും. ഇപ്പോൾ എന്നോട് പറയുന്നുണ്ട് എൻ്റെ മേക്കിങ്, സീരിയൽ മേക്കിങ് മറ്റൊക്കെ. ഐ എം ലീസ്റ്റ് ബോധേഡ്. കാരണം ഞാൻ ഓരോ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത് ആ സിനിമയുടെ കഥ എങ്ങനെ പറയണം എന്നുള്ളതാണ്. ഓരോ ഡയറക്ടേഴ്സിനും അവരുടേതായ കാഴ്ചപ്പാടുണ്ട് അതിൻ്റെ പറയുന്ന രീതിക്ക്. അപ്പം ദൃശ്യം 1 എന്ന് പറയുന്നത് ഞാൻ എങ്ങനെ നിർമ്മിച്ചോ ഞാനത് ഷൂട്ട് ചെയ്തോ അതുപോലെ തന്നെ 2 പോലെ തന്നെയായിരിക്കും 3. കാരണം അതൊരു ഫാമിലി ഡ്രാമയാണ്. ആ ഡ്രാമ അവരുടെ ഇമോഷൻസ് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇതിനകത്ത് അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തൊട്ടേ പറയുന്നത് ഇറ്റ്സ് ആൻ ഫാമിലി ഡ്രാമ എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവരും അതിൻ്റെ ത്രില്ലിങ് ഏരിയയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അതിനൊരു ചെറിയ ദുഃഖം എനിക്ക് എന്തുകൊണ്ടായിരുന്നു. കാരണം ഈ സിനിമ അത് മാത്രമല്ലല്ലോ, ഇതിനകത്തൊരു ഫാമിലി, അവരുടെ ഇമോഷൻസ് എന്നൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വീണ്ടും 3 വന്നപ്പോൾ ഇച്ചിരി എടുത്തു പറഞ്ഞത്. കാരണം കുറച്ചുകൂടെ ആ ഒരു ആംഗിളിലേക്ക് ഞാൻ പോയത് കൊണ്ട് ഓഡിയൻസ് ഡിസപ്പോയിൻറ്റഡ് ആവരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാനത് വീണ്ടും എടുത്ത് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ധൈര്യമായിട്ട് വന്ന് കണ്ടു. കാരണം വെച്ചാൽ ഇതിനകത്ത് ഇതൊരു നല്ല സിനിമയാണ്, അതെനിക്ക് നല്ല കോൺഫിഡൻസോടുകൂടി പറയാം. അതേപോലെ തന്നെ ഈ ലാലേട്ടൻ എപ്പോഴും എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് ജോർജ് കുട്ടീനെ ഇതുവരെ മനസ്സിലായിട്ടില്ല. സാറിന് മനസ്സിലായിട്ടുണ്ടോ? അത് രസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റില് ഞാൻ അതിന് വേറൊരു ആംഗിളാണ് പറഞ്ഞത്. ലാൽ സാറിന് അത് മനസ്സിലായിട്ടില്ല. എന്നെ സംബന്ധിച്ചോളം ജോർജ് കുട്ടി എന്ന് പറഞ്ഞ കഥാകൃത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി. ഹീസ് ബിയോണ്ട് മൈ കൺട്രോൾ. കാരണം 1 ഞാൻ ആ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ആ കഥാപാത്രത്തിന് വേറെ ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടാവും, വേറൊരു തലത്തിലേക്ക് കഥാപാത്രം വളരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. 2 വന്നപ്പോൾ അത് വേറെ തലത്തിലേക്ക് വളർന്നു, 3 വന്നപ്പോൾ അത് വേറൊരു തലത്തിലേക്ക് വളർന്നു. അപ്പം ഹീസ് ഗോയിങ് ഔട്ട് ഓഫ് മൈ കൺട്രോൾ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 പോലെ അല്ല ഞാൻ 2 ട്രീറ്റ് ചെയ്തത്, 1ഉം 2ഉം പോലെ അല്ല ഞാൻ 3 ട്രീറ്റ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജോർജ് കുട്ടിയിലെ ക്യാരക്ടറിന് ചേഞ്ചസ് ഉണ്ടാവണം. എങ്കിലേ ഇത് കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു പുതുമ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം മനസ്സിലാവുന്നതിനേക്കാളേറെ എൻ്റെ കയ്യിൽ നിന്ന് ആ കഥാപാത്രം പോയിക്കൊണ്ടിരിക്കുക. ഇനി എന്താണ് ചോദിക്കാനുള്ളത്? ഈ ദൃശ്യം 2 ചെയ്തപ്പോ ഈ 3 കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ?
അതുപോലെ ദൃശ്യം 3-നെ കുറിച്ച് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത ഒരു പാർട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അല്ലല്ല, അങ്ങനെ അങ്ങനെ നമ്മളെ 2-നെ കുറിച്ച് 2 കഴിഞ്ഞപ്പോൾ ഒരിക്കലും എന്നോട് ലാൽ സാറ് അന്ന് എൻ്റെ വീട്ടിൽ വന്ന് പ്രിവ്യൂ കണ്ടിട്ട് ലാൽ സാർ ഇങ്ങനെ ചോദിച്ചു, ജിത്തു ഇതിനെ ഇത് ഫർദർ ഇതങ്ങനെ പോകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ലാലേട്ടാ, 3 ഉണ്ടാവുകയാണെങ്കിൽ അത് ഇങ്ങനെയാണ് അവസാനിക്കേണ്ടതെന്ന് പറഞ്ഞു ഞാനൊരു ആശയം പറഞ്ഞു. ആ ആശയം ലാൽ സാറിന് ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ആലോചിച്ചു. സ്വാഭാവികമായിട്ടും എനിക്കൊരു ഐഡിയ കിട്ടി, ഞാനത് ക്രാക്ക് ചെയ്തു. ഓക്കെ, അങ്ങനെ 3 സംഭവിച്ചു. 4 ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. നമ്മൾ 4ലേക്കുള്ള ഹിൻഡ് പോലെയോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നിങ്ങൾ എന്താ പറയുക അതിൽ എക്സ്പീരിയൻസ് ചെയ്യുമായിരിക്കാം. പക്ഷേ 4 ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കാരണം എനിക്കറിയില്ല. ഞാനും ഇപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞിട്ട് 7-8 വർഷം കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഉണ്ടായത്. സെക്കൻഡ് കഴിഞ്ഞിട്ട് 4-5 വർഷം കഴിഞ്ഞിട്ടാണ് തേർഡ് ഉണ്ടായത്. ഇനിയും അവരുടെ തേർഡ് കഴിഞ്ഞിട്ട് ജോർജ് ഫാമിലിയുടെയും വളർച്ചയും അവരുടെ ഡെവലപ്മെൻറ്റും ഞാനൊന്ന് നോക്കി കാണട്ടെ. എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ വരും. അല്ലാതെ ഞങ്ങളങ്ങനെ ഫിക്സ് ചെയ്തിട്ടില്ല. 4th ഉണ്ടാവും എന്നുള്ള ഒരു തീരുമാനവും എടുത്തിട്ടില്ല. എനിക്കറിയില്ല. ഇടയ്ക്കൊരു സോഷ്യൽ മീഡിയ കമന്റ് ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. ഈ ഒരു 13 വർഷം ആയല്ലോ. അപ്പം 13 വർഷത്തില് ഈ സമയം കൊണ്ട് ജോർജ് കുട്ടി ജയിലിൽ പോയിരുന്നെങ്കിൽ ഇറങ്ങായിരുന്നു എന്നുള്ളത്. അല്ലെ 13 വർഷം പോലും വേണ്ട. ഒരു 7 കാരണം ഒരു ജോർജ് കുട്ടി ജയിലിൽ പോയ ഒരു നല്ല നടപ്പൂടെ കിട്ടും. കാരണം പുള്ളി ഒരു നല്ല മനുഷ്യനാണല്ലോ. ഒരു നല്ല നടപ്പൂടെ ആയിട്ട് പുള്ളി ഒരു 6-7 വർഷത്തിനുള്ളിൽ ഇറങ്ങി വന്നേനെ. പക്ഷെ അന്നേരം എന്നാ കുഴപ്പം എന്നാന്നറിയോ, അന്നേരം എന്നാ വെച്ചാല് അങ്ങനെ ജയിലിൽ പോയിട്ട് ഇറക്കിക്കൊണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ 2nd 3rd ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ജയിലിൽ വിടാത്തത്. അല്ല, അങ്ങനെ ഒരു കമന്റ് കാണുമ്പോ എന്താണ് തോന്നുന്നത്? അല്ലല്ല, ഞാൻ അങ്ങനത്തെ കമന്റ്സ് എല്ലാം എൻജോയ് ചെയ്യുന്നത്. ഞാൻ അങ്ങനത്തെ കമന്റ്സും എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എൻജോയ് ചെയ്യുന്ന ആളാണ്. ഞാൻ എല്ലാം എൻജോയ് ചെയ്യുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു സിനിമ ചെയ്യുന്നു, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. ചില സിനിമകൾ ചെയ്യുമ്പോൾ അത് ആൾക്കാർ ഞാൻ ഉദ്ദേശിച്ച ഇത് കിട്ടാതെ വന്ന് അവർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നു. ചിലത് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇതൊക്കെ സംഭവിക്കും. കാരണം ഇതിന് സിനിമയ്ക്ക് അങ്ങനെ ഫോർമുല ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ എല്ലാത്തിനെയും വളരെ ഒരു പോസിറ്റീവ് നോട്ടിൽ കാണുന്ന ഒരാളാണ്. കാരണം എൻ്റെ മനസ്സിലൊരു ആശയം വരുന്നു, ആശയം ചെയ്തു, ഇത് ചെയ്തു. അപ്പം ഒരാൾ പറയുകയാണ്, ഞാൻ ഭയങ്കര ചിരിച്ചോണ്ടായിരുന്നു. ശരിയാണല്ലോ, 13 വർഷമായി പണ്ട് ജയിലിൽ പോയി. അപ്പം ആ ഒരു ആംഗിൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അതുപോലെ ഇതുപോലെ വേറെ കുറേ എണ്ണം ഇതുപോലെ കുറേ കമൻസ് ഞാൻ കണ്ടു. അതിൻ്റെ ഒരു അവർ ചിന്തിക്കുന്ന രീതികളും ഇതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എന്താ പറയുക, ഞാനത് ലാൽ സാറിനോട് ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് പറഞ്ഞപ്പോൾ ലാൽ സാറും ഇരുന്ന് ചിരിച്ചു. അപ്പം ശരിയാണത്, പറഞ്ഞതിനകത്തൊരു കാര്യമില്ലേ, ഉണ്ട്. അതുപോലെ ഈ കമന്റ്സ് ഇങ്ങനെ ഒരുപാട് ഈ കമന്റ് പോലെ തന്നെ പല കമന്റും സാർ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇൻപുട്സ് അല്ലെങ്കിൽ മീൻസ് ചെറിയൊരു സീനാണെങ്കിൽ പോലും അതിന് എങ്ങനെയെങ്കിലും എടുക്കാൻ നോക്കിയിട്ടുണ്ടോ? ഇല്ലില്ല, അങ്ങനെ ഞാനൊന്നും പുറത്തുനിന്ന് അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. ആകപ്പാടെ ഞാൻ ആ സ്റ്റാർ സിംഗറിൽ പോയപ്പോൾ ചിത്ര ചേച്ചി എന്നോടൊരു ചോദ്യം ചോദിച്ചു. അത് ഓഫ് ദ റെക്കോർഡായിരുന്നു, ഷൂട്ടിങ്ങിലില്ലായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ചേച്ചി ഇതൊരു നല്ല ആശയം. എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചില്ലായിരുന്നു. ഞാൻ 3 വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചിന്തിക്കുമെന്ന് പറഞ്ഞു. ആ ആശയം ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കാര്യം. അപ്പോൾ അത് പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് അങ്ങനെ ചിന്തിച്ചില്ല. ചിത്ര ചേച്ചി അതിങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർത്തേ കൊള്ളാലോ, അതൊന്നും എടുത്ത് ആ ഒരു ആംഗിളിൽ വർക്ക് ചെയ്താലോ എന്നൊന്ന് ആലോചിച്ച് അത് ഞാൻ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചിത്ര ചേച്ചിയോട് പ്രത്യേകം പറഞ്ഞിട്ടുകൊണ്ട് കോപ്പിറൈറ്റ് തരില്ല എന്ന്. സാർ, ലാലേട്ടനായിട്ട് ഇനി വേറെ ഏതെങ്കിലും പ്രൊജക്ട് ഡിസ്കഷൻ ഉണ്ടോ, പ്ലാനിലുണ്ടോ? ഒന്നുമില്ല, ലാൽ സാറുമായിട്ട് അങ്ങനെയല്ല. നല്ല സബ്ജക്റ്റുകൾ ഞാൻ അങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് എഴുതാറില്ലല്ലോ. ഞാൻ എൻ്റെ ഒരു കഥ വന്ന് ആ കഥയ്ക്ക് പറ്റിയ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോവുക എന്നുള്ളതാണ്. അപ്പം നാളെ ഒരു കഥ വരുമ്പോൾ ലാൽ സാറിന് പറ്റുന്നൊരു കഥാപാത്രമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞാൻ ചെയ്യും. ഇപ്പം ചില സിനിമകൾ ചെയ്യുമ്പോൾ നമുക്ക് ലാൽ സാർ അത് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ചെയ്യാൻ മാത്രമുള്ള സംഭവമില്ല. അങ്ങനെയാണല്ലോ സാർ. എപ്പോഴും സ്റ്റിൽ കമന്റിൽ വരുന്നോണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇന്നത്തെ കമന്റ്സിൽ വന്നിട്ടുള്ളതാണ് റാമിന്റെ കാര്യം. അതെന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടോ സാർ? എനിക്ക് പോലും അറിയാൻ പറ്റില്ല. ഞാനും ലാലേട്ടനും ഒക്കെ ഒരു വർഷത്തോളം വെയിറ്റ് ചെയ്തു. ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. ഇപ്പോഴും ലാൽ സാറും പറയും അതെപ്പോൾ വന്നാലും അതിന് പ്രയോറിറ്റി ചെയ്യണം. പക്ഷെ അതെന്തോ പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്നുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് അതങ്ങനെ നിൽക്കുകയാണ്. അപ്പം അതിന് മാത്രമേ എനിക്കൊരു ഉത്തരവില്ല. ആരോ വണ്ടിയിലിരുന്ന തോന്നുന്നു.
സാറേ അതേപോലെ തന്നെ ഇപ്പൊ ഇതിന്റെ ഈ ബോക്സ് ഓഫീസ് നമ്പേഴ്സ് ഒക്കെ കാണുന്നുണ്ടല്ലോ, അതിന്റെ അടുത്തുള്ള എങ്ങനെയാണ് ഒരു പ്രതീക്ഷകൾ? പേരെന്താ? ഉണ്ണി തന്നെയാണ്. ഉണ്ണി തന്നെയാ, വീണ്ടും ഉണ്ണി. ഓക്കെ, ഉണ്ണി, ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞിട്ടുണ്ട്, ദൃശ്യം അന്ന് 50 crore ക്ലബ്ബ് എന്ന് പറഞ്ഞപ്പം അന്ന് ഒരു ഇന്റർവ്യൂവിൽ എന്തോ ഒരു ഫോൺ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാ അങ്ങനത്തെ എഴുതുമെന്ന്. കാരണം സിനിമ അതിനു വേണ്ടിയിട്ടുള്ളൊരു മത്സരമാകുന്നതിന് ഞാൻ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അന്നൊക്കെ ഹിന്ദിയിൽ കേട്ടിട്ടുണ്ട് ഈ നമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാനത് നോക്കാം. ഇപ്പം തന്നെ ആൻ്റണി വന്ന് എന്തൊക്കെയോ പറഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാനിതൊന്നും നോക്കാറില്ല. എനിക്ക് ഇത്രയേ ഉള്ളൂ, നമ്മുടെ മനസ്സിൽ വരുന്നൊരു കഥ സിനിമയാക്കുന്നു. ഈ നമ്പർ ഗെയിമിൽ ഞാൻ അത്ര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളല്ല. പക്ഷെ ശരിയോ 13 വർഷം കഴിഞ്ഞപ്പോ ഈ 2013 അതൊരു ടോട്ടൽ ഒരു 50 crores ആണെങ്കിൽ ഇപ്പോ ഈ 13 years ലേറ്റർ ഒരു ഫസ്റ്റ് ഡേ തന്നെ അത്രയും അച്ചീവ് ചെയ്യുന്ന നിലയിലേക്ക് മലയാള സിനിമയും വളർന്നിട്ടുണ്ട്, നമ്മൾ ഓഡിയൻസും നല്ലൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. സോ ആ ഒരു ഇതിനെ പറ്റിയിട്ട് എന്താണ് പറഞ്ഞത്? ഇല്ല, തീർച്ചയായിട്ടും മലയാള സിനിമയുടെ വളർച്ച ഭയങ്കര ഒരു വളർച്ച തന്നെയാണ്. കാരണം ഒരു ഗ്ലോബലി മലയാള സിനിമ ഭയങ്കരമായിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ആൾക്കാരെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് ഒരു തുടക്കമായത് ദൃശ്യമാണെന്ന് എല്ലാവരും പറയുന്നു, ഞാനല്ല, ഇങ്ങനെ പലരും പറഞ്ഞു ദൃശ്യത്തിൽ നിന്നാണ് തുടങ്ങിയത്. കാരണം അതിൻ്റെ റൈറ്റ്സ് പല ഭാഷകളിലേക്ക് പോയി. ഇന്നിപ്പോൾ കുമാർ മംഗത്ത് പറയായിരുന്നു സ്പാനിഷ് തുടങ്ങുന്നു, കൊറിയൻ തുടങ്ങുന്നു ഈ വർഷം, പിന്നെ അവർ ഹോളിവുഡിലും ചെയ്യുന്നു, ഇപ്പോൾ ഓൾറെഡി ചൈനയിൽ പോയി. അപ്പം അത് ചെയ്തു. അതിൻ്റെ തൊട്ട് പുറകെ വന്ന എത്രയോ സിനിമകൾ അതേപോലെ വലിയ വലിയ എന്താ പറയുക പാൻ ഇന്ത്യൻ സിനിമകളായിട്ട് മലയാളത്തിൽ നിന്ന് വന്നു തുടങ്ങി. അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും നല്ല കണ്ടന്റ്സ് ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടേത്. അപ്പോൾ തീർച്ചയായിട്ടും മലയാള സിനിമയുടെ വളർച്ച അത്ഭുതമായിട്ട് ഞാൻ നോക്കിക്കാണുകയാണ്. ഇപ്പം കുമാർ മംഗത്ത് അദ്ദേഹം പനോരമ സ്റ്റുഡിയോ അവർ ഹിന്ദി സിനിമകൾ ചെയ്യുന്നവർ, അവരിപ്പോൾ മലയാളത്തിൽ വന്ന സിനിമകൾ ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടാണ് അവരൊക്കെ ഇങ്ങോട്ട് വരുന്നത്? കാരണം അവർ ഈ സെയിം കഷ്ടപ്പാടാണ് മലയാള സിനിമയിൽ എടുക്കുന്ന സെയിം കഷ്ടപ്പാട് ഹിന്ദിയിൽ എടുത്താൽ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അതേപോലത്തെയാണ്. നഷ്ടം വന്നാൽ അതേപോലത്തെ ആയിരിക്കും എങ്കിലും അവർ ഇവിടെ വന്ന് സിനിമ എടുക്കുന്നത് നല്ല കണ്ടന്റ് കിട്ടാനും നല്ല ഇതിനും വേണ്ടിയിട്ടാണ്. അപ്പം അത്രയും ഒരു പൊസിഷനിലാണ് മലയാള സിനിമ നിൽക്കുന്നത്. പിന്നെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ടെക്നീഷ്യൻസും ആക്ടേഴ്സും ഒക്കെ അതുപോലെ സൂപ്പർ ടാലൻറ്റഡ്, എല്ലാവരും നല്ല കഴിവുള്ളവരാണ്. പുതിയ പിള്ളേരൊക്കെ വന്നിട്ട് എന്തെല്ലാം നല്ല അത്ഭുതങ്ങൾ കാണിക്കുന്നു. തീർച്ചയായിട്ടും ഭയങ്കര ഒരു ഇതാണ്. പിന്നെ ഒള്ളി തിങ് നമുക്കൊരു വലിയ പ്രശ്നം വെച്ചാൽ നമ്മുടെ ഒരു ചെറിയ മാർക്കറ്റാണ് മലയാളീസ് എന്ന് പറയും. ഇപ്പം നോൺ മലയാളീസും കാണുന്നുണ്ട്, എങ്കിലും ആ പരിമിതിക്കകത്ത് കിടന്നുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതൊരു വലിയ കാര്യം തന്നെയാണ്, അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം ഈ മലയാളം ഇൻഡസ്ട്രീൻ്റെ ഒരു ഭാഗമാണെന്ന് പറയുന്നതിൽ ഞാനും വളരെ പ്രൗഡാണ്. ജിത്തു സാർ, ഒരു ക്വസ്റ്റ്യൻ. സാറ് പണ്ട് ഒരു ഇന്റർവ്യൂ പറഞ്ഞ ഓർമ്മയുണ്ട്, മക്കള് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസസ് ആണെന്നുള്ളത്. അപ്പം ദൃശ്യം 3ന്റെ റൈറ്റിംഗ് പാർട്ട് വരുമ്പോഴത്തേക്കും അവരുടെ ഇൻപുട്സ് അവരുടെ കൂടെ ഡിസ്കസ് ചെയ്ത് ബേസിക്കലി അവർ നമ്മുടെ ജനറേഷൻ ആകുമ്പോൾ അവർ കുറച്ചുകൂടി സിനിമകൾ കാണുന്നവരായിരിക്കും. അപ്പൊ അവരൊരു ഓഡിയൻസ് പെർസ്പെക്ടീവില് സജഷൻസ് തന്നിട്ടുണ്ടോ ദൃശ്യം 3ന്റെ ഒരു റൈറ്റിംഗ് സ്റ്റേജിൽ? എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണെന്നറിയോ പുറത്തെ ക്രിറ്റിസിസംസ് ഒന്നും എന്നെ ഏക്കാത്തത്? ഇതിനേക്കാൾ വലിയത് എനിക്ക് വീട്ടിൽ കിടന്നുകൊണ്ട് കിട്ടുന്നുണ്ട്. ഞങ്ങൾ നന്നായിട്ട് അവിടെ ഒരു ഫ്രീഡം എനിക്കുണ്ട്. ഇവിടെ എന്നാന്നറിയോ, ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരാൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഞാൻ അതിനെ കൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ പറയും അയാൾക്ക് എവിടെയോ എന്തോ ഞാനൊരു കമൻറ്റ് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു അയാൾക്ക് ക്രിറ്റിസിസം ഉൾക്കൊള്ളാനുള്ള ഇതില്ല ഇതാന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെതായ ആംഗിളുണ്ട്. ഇപ്പോൾ ഒരു സിനിമ 10 പേര് കണ്ടാൽ 10 അഭിപ്രായങ്ങൾ പറയും, പെർസ്പെക്റ്റീവാണ്. ഇപ്പോൾ ഇവിടെ താങ്കൾക്ക് ഇഷ്ടപ്പെടുന്ന പല സിനിമകളും ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അതൊരു മോശം സിനിമയാണെന്നോ താങ്കൾ ശരിയാണെന്നോ ഞാൻ ശരിയാണെന്നോ ഒന്നുമല്ല, ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. അപ്പോൾ ഞാൻ എൻ്റെ മക്കളുമായിട്ട് ചിലയിടത്ത് നല്ല അഭിപ്രായ വ്യത്യാസം വരാറുണ്ട്. ചിലയിടത്ത് അവർ പറയുന്നതാണ് ശരിയെന്ന് തെളിഞ്ഞിട്ടുണ്ട്, ചിലയിടത്ത് എൻ്റെ സ്റ്റാൻഡായിരുന്നു ശരിയെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ തമ്മിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ ഹെൽത്തി ഗ്രൗണ്ടിലാണ്. അവർ പറയാനുള്ള പറയും. അപ്പോൾ അവർ പറയും ഡാഡി വൈഫാണേലും പറയും ജിത്തു എടുക്കുമായിരിക്കുമോ, ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നി. അപ്പം ദൃശ്യം 2 ആണേലും ഞാൻ എഴുതുന്നതിന് മുമ്പ് അവർ എന്നോട് ചോദിച്ചു വേണോ, വെറുതെ എന്തിനാ അവർ നല്ല പേര് കളയണം. ഞാൻ പറഞ്ഞു എഴുതി നോക്കിയിട്ട് നല്ലതാണേ ചെയ്യുക, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ എഴുതി നോക്കിയിട്ട് ഇവർക്ക് ആദ്യം സ്ക്രിപ്റ്റ് കൊടുത്ത്, അപ്പോൾ അവർ വായിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇതൊരു നല്ല സിനിമയാണ്, ബോക്സ് ഓഫീസിൽ എങ്ങനെ വരുമെന്നൊന്നും നമുക്കറിയില്ല, പക്ഷേ ഇത് നല്ല സിനിമയാണ്. അങ്ങനെ ഞാനത് ചെയ്തു, അത് നന്നായിട്ട് വന്നു. ഇപ്പോൾ 3യുടെ വന്നപ്പോൾ ഞാൻ അവരോട് തുടക്കത്തിൽ ഈ ക്ലൈമാക്സ് അവരോട് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അതിലേക്ക് നല്ലൊരു സ്ക്രീൻ പ്ലേയിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ ഫൈൻ.
അങ്ങനെ ഞാൻ എഴുതി അവർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവരവരുടെ ഒപ്പീനിയൻ പറഞ്ഞു. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അത് വീണ്ടും ഞാൻ അങ്ങനെ ഒപ്പീനിയൻസ് എടുക്കുന്ന ഒരാളാണ്. അപ്പം ചിലപ്പോൾ അത് ഗുണം ചെയ്തിട്ടുണ്ട്, ചിലതിനകത്ത് എൻ്റെ കോൺഫിഡൻസാണ്. ഇപ്പോൾ ഒരു ഡയറക്ടർക്ക് ഒരു കൺവിക്ഷൻ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ റൈറ്റർക്ക് ഒരു കൺവിക്ഷൻ ഉണ്ടാവുമല്ലോ. ഞാൻ ആ കൺവിക്ഷനിൽ നിൽക്കുമ്പോൾ തന്നെ ചിലപ്പോൾ എനിക്ക് പാളിച്ചകൾ സംഭവിക്കാം, തെറ്റുപറ്റാം, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. ജിത്തു ചേട്ടാ, സാറ് ഒരു 2021 ദൃശ്യം 2 ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ദൃശ്യം 3യുടെ ക്ലൈമാക്സ് അറിയാം, പക്ഷെ ആ പ്രൊജക്ട് ഇതുവരെ ഓണല്ല, അത് ഞങ്ങൾ തീരുമാനിച്ച് ഡിസ്കസ് ചെയ്യും, ബാക്കി ഇങ്ങോട്ടുള്ളത് എഴുതണം. അപ്പൊ ആ എഴുത്തിൽ തന്നെയാണോ ദൃശ്യം 3 തുടങ്ങുന്നതല്ല, എൻഡ് ചെയ്യുന്നതാ, ക്ലൈമാക്സ് അല്ലേ എനിക്ക് കിട്ടിയേക്കുന്നത്. അതെ സാറിന്റെ ആ ഒരു ക്ലൈമാക്സിൽ തന്നെയാണോ ഈ ദൃശ്യം 3? അതെന്നറിയോ, ഇപ്പൊ എനിക്കത് സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് തന്നെയാണ് തോട്ട്. ആ തോട്ടിന് തന്നെ 2 സെക്ഷൻ ഉണ്ട്. അതില് ആ ബേസിക് തോട്ട് എന്ന് പറഞ്ഞത് തന്നെയാണ്. ആ മറ്റേ സെക്ഷൻ പിന്നീട് ഞാനിരുന്ന് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്ത് ഇപ്പൊ കിട്ടിയ ഒരു സാധനമാണ്. അതേപോലെ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തപ്പോഴാണ് ഇപ്പം ദൃശ്യം 3യുടെ ക്ലൈമാക്സ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ദൃശ്യം 3യുടെ ആ ഒരു ബേസിക് തോട്ട് എന്ന് പറയുന്നതിൽ തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത് ഇപ്പം. പക്ഷെ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 തോട്ട്സ്. അതിനറിയോ, അതിപ്പോ സിനിമ കണ്ടു കഴിഞ്ഞാൽ പറയുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. ശരി, അപ്പൊ നമുക്ക് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കൂടണം. നമ്മള് ലാസ്റ്റ് ആക്ച്വലി 2023 നേരിന്റെ 2 സ്പേസ് ആയിട്ട് നടത്തിയിരുന്നു, സാറിന് ഓർമ്മ ഉണ്ടാവും. മനസ്സിലായി, ഓർക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ്. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഹലോ. ഞാനിപ്പോൾ 2 ഫിലിം ഇപ്പോൾ റീവാച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് നാളേക്ക് വേണ്ടിട്ട്. വെരി ഗുഡ്. പക്ഷെ അത് രണ്ടും മറന്നിട്ട് വന്ന് കണ്ടാ മതി കേട്ടോ. തേർഡ്. ഓക്കെ, താങ്ക് യു. വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടായിരുന്നു. ഞാൻ 13 വർഷമായി ഞാൻ ജോർജ് കുട്ടിയാണോ ഞാൻ ഇരുന്നത്, ജോർജ് കുട്ടിയാണോ എന്നെ കൊണ്ടുപോകുന്നതെന്നുള്ളത്. അപ്പം അത് അങ്ങനെ ഒരു തോട്ട് എപ്പോഴാണ് തോന്നി തുടങ്ങിയത്? അല്ല, അങ്ങനെ എൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ അതാണ്. ഇതിപ്പം ഞാൻ പുള്ളിയുടെ കഥ എഴുതുവാണ്, ഞാൻ പുള്ളിയാണോ കൊണ്ടുവന്ന്, പുള്ളി എന്നെയാണോ കൊണ്ടുവന്ന് എനിക്കറിയില്ല. കാരണം അതുപോലെ ജോർജ് കുട്ടി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാത്രമല്ല, പുള്ളി അത് എന്നിൽ നിന്ന് മാറി നിന്നു. ഇപ്പം എൻ്റെ കൂടെ നിന്ന് ഞാൻ പറഞ്ഞ എൻ്റെ നിന്ന് കൺട്രോൾ പോയെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇപ്പം പുള്ളി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ കൺട്രോൾ ചെയ്യുകയാണോ എന്ന് വരെ എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് എനിക്കറിയില്ല, അതാണ് അവസ്ഥ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. സാർ, ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. കുറെ സ്ഥലത്ത് ഇപ്പൊ കുറെ കമന്റ്സ് വന്നു. പറഞ്ഞോളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. അതെ, ഒരു ജീത്തു ജോസഫ് യൂണിവേഴ്സ് ഉണ്ടാവുമോ? അയ്യോ മോനെ, എനിക്ക് ആ പരിപാടിയൊന്നും അറിയാൻ വേണ്ടി ഞാൻ അതിലേക്കൊന്നും ചിന്തിച്ചിട്ടില്ല. ഉണ്ടാകിയാലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ആസ് ഓഫ് നൗ എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ല കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, പുള്ളി പോയെന്ന് തോന്നുന്നു. ഓക്കെ, കഴിഞ്ഞില്ലേ? പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി നമ്മളെക്കാൾ എന്തോരം കൂളാണ്. അതിന് നിനക്കല്ല ടെൻഷൻ, ഞങ്ങക്ക് ടെൻഷൻ. അയ്യോടാ, എനിക്കൊരു ടെൻഷനില്ല. ആ മാഷിനോടൊക്കെ പറ, മാഷിനോട് എനിക്ക് ടെൻഷൻ ഇതാണ്. അതായത് എന്നും പ്രീസെയിലും ആദ്യത്തെ വീക്കെൻഡും അപ്ഡേറ്റഡ് ആവുന്ന ആ ഒരു ഉഷാറ് നമുക്ക് പിന്നീട് കിട്ടിയില്ല. അതിപ്പോ നമ്മുടെ ആദ്യം മുതലുള്ള സാധനങ്ങളെ നോക്കിയാൽ മതി. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 ആഴ്ചയെങ്കിലും അത് ട്വിറ്ററിൽ കിടന്ന് വരകാനുള്ള സാധനം ഉണ്ടായാൽ മതി. അത്രേ ഉള്ളൂ. എന്താണ് ജസീൽ ട്വിറ്ററിന്റെ പ്രീമിയം എടുത്തിരുന്നോ? എമ്പുരാൻ 8 ദിവസം കണ്ടു കിട്ടി. 8 ദിവസം കിട്ടി. 9th നെക്സ്റ്റ് ഫ്രൈഡേ വന്ന സമയത്ത് കയ്യിന്ന് പോയി. നോക്കാം. ഞങ്ങള് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഭയപ്പെടുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. അതെ, അല്ല നിങ്ങൾ ഓൾറെഡി പടം കണ്ടോ? എന്തോ പടം കണ്ടോ നിങ്ങള്? ഇല്ല. പ്രീമിയർ എത്ര മണിക്കാ സ്റ്റാർട്ട് ചെയ്യും ഇന്ത്യൻ ടൈമില്?
എല്ലാം വേൾഡ് വൈഡ് 8 പ്രീമിയർ എന്നല്ലടാ 8 8 മണി മണി. തന്നെ, വേൾഡ് വൈഡ് 8 മണി. 8 മണി പ്രീമിയർ എന്നുള്ള സംഭവം ഇല്ല. USA നമ്മളെ മുമ്പിൽ ഓടുന്നതുകൊണ്ട് മാത്രം അവര് നേരത്തെ കളിക്കുന്നേ ഉള്ളൂ. അവിടെ കലണ്ടർ ഡേറ്റ് 20 ആവാൻ കാരണം അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓൾറെഡി നമ്മൾ 8 മണിക്ക് തുടങ്ങുന്നതുകൊണ്ടാണ് ഇത്രയും ഷോ കുറവ്. ഇപ്പൊ നോർത്ത് അമേരിക്കയിൽ നമ്മൾ എമ്പുരാൻ തുടങ്ങിയത് 6 മണിക്ക് ആയതുകൊണ്ട് ഒരു ഷോ മുമ്പായിട്ട് ഇടാൻ പറ്റുമായിരുന്നു അവർക്ക്. അതിനുള്ള പെർമിഷൻ ഇല്ല, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രീമിയർ ഒന്നും എവിടെയും കളിക്കുന്നില്ല. ഇന്ന് ബുക്ക് മൈ ഷോ 200K ആയിരിക്കും, ഇതുവരെ 144K. GCC എത്രയായി? GCC 1 ലക്ഷം ടിക്കറ്റ് ആണ് സോഫാർ പറയുന്നത്. പക്ഷെ അത് വീക്കെൻഡ് ഫുൾ സെയിലാണ്. 80ന്റെ അടുത്ത് ഡേ 1 പോയിട്ടുണ്ടാവും. ഒരു 40+ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ നാളെ? 40+ വരണം. ഓൾറെഡി 31-32 റേഞ്ചിലേക്ക് പ്രീസെയിൽ പോകുന്നു. അതില് മേലോട്ടേ പോവുള്ളൂ. എവിടെ തന്നെ എന്ത് ചെയ്യും? എന്റെ ഒക്കെ തീരുമാനിക്കുന്ന നമ്മളല്ലടാ. വേണ്ട, ഈ ഒരു ബൈറ്റ് മാത്രം നമ്മൾ സ്റ്റാർട്ടിങ് മാത്രമാണ് തീരുമാനിക്കലല്ലേ. ഇതിപ്പോ ന്യൂസ് ചാനലൊക്കെ വരുന്നതാണ്. ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. ആരാ ഇറങ്ങുന്നത്? പ്ലീസ് ദയവ് ചെയ്ത് ആ വക ഡയലോഗ്സ് അടിക്കരുത്. യു ഹാവ് എ മെസ്സേജ്. നമ്മുടെ ഒഫീഷ്യൽ പേജിൽ ആരാ കേറിയിരിക്കുന്നേ? ബെന്നാണോ? ഞാനാ. ശരി. നമ്മുടെ കേരളത്തിൽ എത്ര ഫാൻസ് ഉണ്ട്? കേരളത്തിൽ എനിക്കൊന്ന് മെയിൻ ആയിട്ട് നേരത്തെ ഓപ്പൺ ആയി പോയതുകൊണ്ട് പലതും ക്യാൻസൽ വരെ ആയിട്ടുണ്ട് തോന്നുന്നു. ഇതൊന്ന് റീഗലൊക്കെ ഒരു 3 എണ്ണം എടുക്കാനൊക്കെ ഇരുന്നു. പക്ഷെ നേരത്തെ ഓപ്പൺ ആയതുകൊണ്ട് പിന്നെ ഫാൻസ് ഷോന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ ഒരു ഇവന്റ് സിനിമ അല്ലല്ലോ, അത് വേറൊരു ഇത്. എങ്കിലും പണ്ടത്തെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഭയങ്കരമായി ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ മരക്കാറും അത് ഇതൊക്കെ 800-ഉം 500-ഉം ഒക്കെ കണ്ടതുകൊണ്ട് ഇത് വലിയ സംഭവമല്ല. എന്താക്കാ ഞാൻ പറഞ്ഞ എന്തേലും തെറ്റുണ്ടോ? തെറ്റാണ്. അല്ല, ഫാൻസി ഒരു കണക്കിന് ഇത്രയും വൈഡ് ആവാത്തത് നന്നായി. ഇവിടെയും എല്ലാവരും തിയേറ്റർ ഇടുന്നോട് തന്നെ 80% കൊടുത്തുള്ളൂ. ചിലത് 20, ഇപ്പൊ കോട്ടക്കലൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. 20% ഓൺ ആക്കിയിട്ട് ഓഡിയൻസിന് കൊടുക്കണമെന്ന് ആശീർവാദം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. 8 മണിക്ക് തന്നെ അല്ല, 8 മണി നോർമലാണ്. 8 മണി നോർമൽ സമയം. ഈ പടത്തിന് 8 മണിക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. ആവശ്യമില്ല. ഓൺലൈൻ ഇട്ടിരുന്നെങ്കിൽ അത്ര ആൾക്കാർക്ക് ഇതായണേ. ഓൺലൈനിൽ കിടപ്പുണ്ടെന്ന് സന്തോഷം. ഓൺലൈൻ ഉണ്ട്. ഓൺലൈനിൽ ഓൾറെഡി ബുക്ക് മൈ ഷോയിലെ സെയിൽസിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കയറി വന്നിട്ടുണ്ട്. അത് വെറുതെ ട്വിറ്ററിൽ ഓൾമോസ്റ്റ് ഈ കമന്റ് ഉണ്ട്, ഫാൻ ഷോ ഗ്രോസ് ഒരു 50 ലക്ഷം വേറെ ഉണ്ടാവില്ലെന്ന്. അങ്ങനെയൊന്നും ഇല്ല. വാലിബന് 1500 ഫാൻ ഷോ കളിച്ചിട്ട് 25 ലക്ഷമാണ് ഓൺലൈനിൽ ഇല്ലാത്ത സെയില്. അപ്പൊ ഇവരെന്തോ ഇപ്പൊ ഇടുന്ന ട്രാക്കിങ്ങിലൊന്നും ഫാൻ ഷോ ഗ്രോത്ത് ഇല്ലല്ലോ, അതൊരു 19 ലക്ഷം കാണൂലേ എന്നുള്ള കമന്റ് ഒക്കെ ഉണ്ട്. അതൊന്നും ഇല്ല. ഫൈനൽ എത്രയാവും? 8 കോടി കഴിഞ്ഞില്ലേ ഇപ്പൊ? 8 8 വീക്കെൻഡിൽ നാളത്തേക്ക് 2 കോടി കഴിഞ്ഞ്, മറ്റന്നാളത്തേക്ക്. അത് ശരിക്കും ഇവർ ഈ ഫ്രണ്ടിലെ സീറ്റ് കണ്ടോണ്ട് മാത്രം അതൊരു സ്ട്രാറ്റജിയാണ്. ആൾക്കാർക്ക് അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് ഫുള്ള് ഫ്രണ്ടിലെ 2 റോലാണ്. അപ്പൊ പിന്നെ വെള്ളിയാഴ്ചത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് 2.5 കോടിയോളം വെള്ളിയാഴ്ചത്തേക്ക് ബുക്കിംഗ് ആയില്ലേ. എല്ലാ ദിവസവും സിംഗിൾ ഡേ 1 crore കൺഫേം ആയി. സൺഡേ 1 കോടി അടിച്ചു. പുള്ളി മറ്റേ പണ്ട് ചെയ്യുന്ന പോലെ അല്ലേ? അതെ, സ്ട്രാറ്റജിക്ക് നമ്മുടെ കയ്യിൽ കുറവൊന്നുമില്ലല്ലോ. തെലുങ്ക് US-ൽ ഓൾറെഡി 20K തെലുങ്കിന് US-ൽ ബുക്കിംഗ് ഉണ്ട്. തെലുങ്ക് വേർഡ് ഓഫ് മൗത്ത് വന്നാൽ അടിക്കാം, ഷുവറായിട്ടും അടിക്കാം.
നമ്മള് മേക്കപ്പ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു പാൻ ഇന്ത്യ അല്ലാത്തതുകൊണ്ട് ഒറിജിനൽ പാൻ ഇന്ത്യ ആണല്ലോ ഇത്. അതിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവും. അതായത് വ്യാഴാഴ്ച റിലീസ് ആയതുകൊണ്ട് വ്യാഴാഴ്ച വേർഡ് ഓഫ് മൗത്ത് സ്പ്രെഡ് ചെയ്യാൻ സമയം കിട്ടും. പ്ലസ് 3 days വീക്കെൻഡ് അവിടെ അടിക്കാം. അതാണ് തുടരും കിട്ടാത്തതാ. അതെ, തുടരും കിട്ടാത്തതായിരുന്നു. നമ്മള് റിപ്പോർട്ടെല്ലാം വന്നപ്പോഴത്തേക്ക് വെള്ളിയാഴ്ച വൈകുന്നേരമായി. അതാണെങ്കിൽ 9 മണിക്ക് തുടങ്ങിയിട്ടുള്ളൂ. 10 ശരിക്കും മലയാളത്തിലെ പാൻ ഇന്ത്യൻ റീച്ച് ഉള്ള വേറെ ഏതാ ഉള്ളത്? ഇല്ല, ഒറിജിനൽ പാൻ ഇന്ത്യൻ ഇതേ ഉള്ളൂ. ശരിക്കും ആൾക്കാർക്ക് അറിയുന്ന ടൈറ്റില്. അതെ, ദൃശ്യം എന്ന് പറഞ്ഞാൽ അറിയാത്തവരില്ല. മറ്റേത് നമ്മൾ കുക്ക്ഡ് അപ്പ് പോസ്റ്റർ അടിച്ചിട്ടും 5 ലാംഗ്വേജിൽ റിലീസ് ചെയ്യുന്ന അടിച്ചുവിടലല്ലേ ഉള്ളൂ. അതെ, ഇത് അറിയാത്ത ആരുമില്ല. ഇത് ചുമ്മാ അജയ് ദേവ്ഗൺ ട്രോളാൻ തന്നെ കുറവ് ഹിന്ദിയുടെ ഒരു സെക്ഷൻ ഉണ്ട്. അതെ. ദൃശ്യത്തിൽ അവര് ആദ്യത്തെ 2 ദിവസം ഭയങ്കര ബോറൻ ബുക്കിംഗ് ഇതാണെങ്കിലും നല്ല റിലീസ് കൊടുത്തിട്ടുണ്ട്. തിങ് സ്റ്റുഡിയോസും കർണാടകയും നല്ല റിലീസ് കിട്ടിയിട്ടുണ്ട്. ഹൈദരാബാദ് അടിപൊളിയാ. ഹൈദരാബാദ് നല്ല രീതിയിൽ ഷോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും വ്യാഴാഴ്ച റിലീസ് ആയിട്ട്. തമിഴ്നാടും 1 crore ആയില്ലേ? കാരണം നോർത്ത് ഇന്ത്യ റെസ്റ്റ് ഓഫ് ഇന്ത്യ പൊതുവെ വെള്ളിയാഴ്ച ഷെഡ്യൂൾ ചെയ്ത് തുടങ്ങുന്ന സ്ഥലമല്ലേ. അവിടെ വ്യാഴാഴ്ച ഇത്രയും ഷോ കിട്ടുന്ന ഗംഭീര. ജമ്മു കാശ്മീരിൽ ഷോ ഇല്ലല്ലേ? ജമ്മു കാശ്മീരിലുണ്ട്, ശ്രീനഗറിലില്ല. അവന് ശ്രീനഗറിലാ ഷോ വേണ്ടത്. ഇനോക്സ് അവനവിടെ പോയി കാണണ്ടേ? അവന് 8 മണിക്കൂർ യാത്ര ചെയ്യണം. അയ്യോ, ഇന്നോട്ട് ഡിസാർട്ട് ചെയ്യണ്ട യാത്ര. എബിയുടെ ഷോ പോസ്റ്റർ ഒന്നും വന്നില്ലല്ലോ. എടാ, എനിക്ക് രാവിലെ 11:30 ഉണ്ട് ലണ്ടനില് പോണോന്ന്. എനിക്ക് ലീവ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കിട്ടിയാ പോവും, ഇല്ലെങ്കിൽ വൈകുന്നേരം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇല്ലേ വൈകുന്നേരം. പക്ഷെ ഞാൻ പോവാത്തായിരിക്കും നല്ലത്. ഞാൻ പോയ പോകുന്നുണ്ടാവൂല. പിന്നെ പ്രത്യേകിച്ച് ഞാനിങ്ങനെ അതായത് കുറച്ച് ദൂരമൊക്കെ ട്രാവൽ ചെയ്തുകൂടെ പോയിട്ടുണ്ട്. തീർന്നു. അങ്ങനെ പോണ്ടപ്പോ അങ്ങനെ ഇഷ്ടമുള്ളവര് പോണ്ട. ഞാൻ പോകുന്നില്ല. മാനസൻ, നീ വെറുതെ ബാലാജിയിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യടാ. നീ പോണ്ട. അത് വേണം അവന്. നമുക്കൊരു ഗീവ് അവേ കൊടുക്കാം. ഒരു 5-6 പേർക്ക് ആർക്കെങ്കിലും ബാംഗ്ലൂർ ടിക്കറ്റ്. സനോജ് എവിടെ? ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. എടാ, അവൻ ടിക്കറ്റ് വിറ്റോണ്ടിരിക്കും. അവൻ മടിവാളയിലുണ്ട്. മടിവാള മാളിൽ കിടന്ന് ക്യാൻവാസിംഗ്. മുനീത് സാറിന്റെ ഒക്കെ പോസ്റ്റർ അടിച്ചുകൊണ്ട് നടക്കുക കന്നഡക്കാരെ വലിക്കാനായിട്ട്. അവസാനം അവന്മാരുടെ അടുത്തിട്ട് അടിക്കായിരുന്നു. മതി. ഈ പൈറസിയുടെ നമ്പറോ ലിങ്കോ അങ്ങനെ ഒന്നും വന്നില്ലല്ലോ. അതാണ് ഒരു പോസ്റ്റർ വരണ്ടല്ലായിരുന്നു. ഇട്ടാ മതി, നമ്മള് കേന്ദ്രത്തിലെത്തിക്കാം. ഇൻസ്റ്റന്ന് കുറെ തൂക്കേണ്ടി വരും, കുറെ റീൽസ് വരും. അതാണ് പേടി. ഇപ്പോഴത്തെ പിള്ളേർ മൊത്തം എടുത്ത് ഇൻസ്റ്റയിലിടും. കംപ്ലീറ്റ് ഫിലിം സെക്കൻഡ് ഹാഫ് ലാസ്റ്റിലെ സാധനങ്ങളൊക്കെ ഇൻസ്റ്റയിൽ വരും. പിന്നെ നാളെ ആഷിറിന്റെ ഇതിലെ ആ സീനുകളൊക്കെ അന്ന് തന്നെ വന്ന് ഇപ്പൊ ഒഫീഷ്യലായിട്ട് ഉണ്ട്. പിന്നെ ചിലവരത് പ്ലാൻ ചെയ്യണതാ മേക്കേഴ്സ് തന്നെ. വാഴ ഇറങ്ങിയപ്പോഴും സെയിം തന്നെ അല്ലായിരുന്നോ? വാഴയുടെ എത്ര സീക്വൻസ് ആണ് അതിൽ കിടന്നത്. വാഴ പിന്നെ ഇൻസ്റ്റ പിള്ളേർ പടമായി പോയി. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ മറ്റേ തമിഴ് പടം യൂത്ത് എന്ന് പറഞ്ഞിട്ട് വളരെ അതും ഇതേപോലെ ഫുൾ ഇട്ടിരുന്നു. നമ്മള് വരാണ്ടിരുന്നാ മതി. വരാതിരിക്കത്തൊന്നുമില്ല, എന്തായാലും വരും. സ്പോട്ടിൽ തൂക്കണം. അല്ല, ഈ പടത്തിന് തൂക്കിയാലേ പറ്റത്തുള്ളൂ. ഇപ്പാണെങ്കിൽ റീൽസിലാണെങ്കിൽ ടൈമും ഇഷ്ടം പോലെ
എടുത്തിടാല്ലേ? സാർ എവിടെയാ പടം കാണുന്നതെന്നൊന്നും പറഞ്ഞല്ലോ. ഒന്നും പറഞ്ഞതുമില്ല. ഇല്ലില്ല. എവിടെ നിന്നാണെന്ന് പറഞ്ഞില്ല. നമ്മളെവിടെയാണെന്ന് ചോദിച്ചു പുള്ളി അത് പറയാൻ മറന്നു തോന്നണം. ഇക്ക പോസ്റ്റ് ഡയറക്ടർ ജീത്തു ജോസഫ് ലാസ്റ്റ് വേർഡ്സോ ദൃശ്യത്തിനെ പറ്റി പറയുന്ന അവസാന വേർഡ് അങ്ങനെ പറഞ്ഞ നന്നായി. സമയം എടുക്കുമ്പോ ലാസ്റ്റ് പുള്ളി പറഞ്ഞ സ്പേസിൽ ആരേലും പുള്ളി സ്പേസിൽ പറഞ്ഞ എടുത്തിട്. അതിപ്പോ ട്രെൻഡായി തുടങ്ങും. കഴിഞ്ഞ ആന്റണി ചേട്ടന്റെ ഡ്യൂറേഷൻ അടക്കം ട്രെൻഡായില്ലേ ആന്റണി ചേട്ടൻ പറഞ്ഞതെല്ലാം. അതേപോലെ ഇത് ആശീർവാദ് ഹോളിവുഡ് അത് ടൈം വെച്ചിട്ട് ഇട്ടിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. റെഡിറ്റിലെ ആ സ്പേസ് ദൃശ്യം ടീമിന്റെ എന്താ കോൺഫറൻസ് കോള് ലീക്ക് ആയി എന്നൊക്കെ പറഞ്ഞിട്ടാ കിടക്കുന്നത്. റെഡിറ്റിലെ കഴിഞ്ഞ സ്പേസ് ദൃശ്യം ടീമിന്റെ കോൺഫറൻസ് കോഡ് ലീക്ക് ആയി എന്ന് പറഞ്ഞിട്ടാ കിടന്ന് ഇറങ്ങുന്നത്. അപ്പൊ റെഡിറ്റ് നമ്മുടെ ബാക്കിലാന്ന് മനസ്സിലായില്ലേ? അതായത് നമ്മൾ അവരെ മുന്നിലോടുന്നുണ്ടല്ലോ. പെണ്ണുങ്ങളെ പോലെ കുറെ എണ്ണം ഉണ്ട് അതിനകത്ത്. നീ അതില് വരുന്ന എല്ലാം നീയല്ലേ ഇവിടെ ഷെയർ ചെയ്യല ആദ്യമായിട്ട്? ഞാനല്ല, അത് മാനസ ശ്രീയാണ് അതിലെ ശ്രീയാണ് മെയിൻ. ശ്രീയാ മെയിൻ. ഇതിലും നമ്മുടെ കോൾ എടുത്ത് നമ്മള് രണ്ടുപേരോട് സത്യം അത്രേ ഉള്ളൂ. കാരണം ആ രീതിയിലാണ് ട്രെൻഡ് ആവുന്നെങ്കിൽ കോൺഫിഡൻസ് ലീക്ക് ആയി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അവരെത്രയോ നമ്മളെ ബാക്കിലാന്ന് കൺഫേം ചെയ്യാം. അവിടെ നിന്നാണ് ഇവര് ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരുന്നത്. ഉണ്ണിയേട്ടൻ തിരിച്ചു വന്നിട്ടുണ്ട്. അടുത്ത ഗസ്റ്റിനും കൊണ്ടാണോ? ടോട്ടല് ഇനി നമുക്ക് അടുത്തത് എപ്പോഴെങ്കിലും ലാലേട്ടനെയും കൊണ്ടുവരണം. ലാലേട്ടൻ നാളെ കൊണ്ടുപോവാ. സക്സസ് മീറ്റ്. ലാലേട്ടനെ നമ്മൾ ഇവിടെ പടം പോസിറ്റീവ് ആണെങ്കിൽ നാളെ വൈകിട്ടും ഒരു സ്പേസ് കൂടെ കാണും. തുടരല്ലേ നമ്മള് 3 സ്പേസ് 4 സ്പേസ് അങ്ങോട്ട് വെച്ചില്ലേ? തുടരും 3 വെച്ചു തോന്നണം. അതെ, അതിന്റെ റിവ്യൂ കണ്ട് ബുക്കിംഗ് ഒക്കെ ഉണ്ട്. പ്രാന്തായിട്ട് കാശ്മീർ ബോയ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങുവാണേ. അപ്പം ഓൾ ദി ബെസ്റ്റ് എന്തായാലും എല്ലാവർക്കും. കാണാം. ഓക്കെ, സോ എല്ലാം നല്ലതുപോലെ നടക്കട്ടെ എല്ലാവർക്കും. ഓക്കെ, ബൈ ബൈ. ഓക്കെ, നിങ്ങളുടെ ഷോയും അടിപൊളിയാവട്ടെ. ജർമ്മനി ലാലേട്ടന്റെ ഷോ തീർച്ചയായിട്ടും. താങ്ക് യു. ഓക്കെ, ബൈ ബൈ. രോഹിത്ത് എപ്പോഴാണ് ഷോ കാണുന്നത്? നാളെ ഇടം കാണില്ലേ? നാളെ ജിസ് നാളെ പടം കാണുന്ന തിയേറ്ററിലെ പ്രൊജക്ടർ അടിച്ചുകൂടാ? എന്റെ കൂടെ ഇവാനും ഉണ്ടറാ. അവൻ വല്ലപ്പോഴും പടത്തിന് വരുന്നതാ. രോഹിത്തെ പടം വരും. പടം റിലീസ് ഡേ വന്നില്ലെങ്കിലും അവിടെ നോർമലി മോഹിനിയാട്ടം വരെ കളിച്ചില്ലേ?
റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഹിനിയാട്ടൊന്നും കളിച്ചില്ല, വാഴ 2 കളിച്ചുള്ളൂ. വാഴ 2 കളിച്ചില്ല. അതന്നെ അതെ, അത് അത് ഒരാഴ്ച ഡിപ്പെൻസ് ആണ്. ആ സിനിമാസ് ഒക്കെ അവര് നാഷണൽ ചെയ്യുന്നത് നിന്ന് ഇങ്ങോട്ട് റിക്വസ്റ്റ് കൊടുത്താലേ വരൂ എന്നാ പറയുന്നത്. പക്ഷെ പറഞ്ഞിട്ടുണ്ട് അവരോട് പുഷ് ചെയ്യാൻ പറ്റുന്ന വണ്ടിക്കാരൻ മാക്സിമം പുഷ് ചെയ്യുന്നുണ്ട്. നീ അല്ലെങ്കിൽ ജമ്മുവില് പടട്ടിട്ട് ഇവിടെ പടട്ടില്ല. ജമ്മുവിലേക്ക് ഒരു ട്രെയിൻ പിടിക്കടാ. എനിക്ക് നാളെ ഇവിടെ Hello. ഇറങ്ങാൻ പറ്റില്ല, അതല്ലേ Hello, 8 can മണിക്കൂർ I speak? യാത്രയുണ്ട്. Hello, can I speak? Yeah, bro. Yeah, so I don't speak Malayalam, but because I saw like official handle of Drishyam here, I just wanted to request them. Like in Telugu states, Drishyam is a popular franchise, man. Like no one is promoting here. ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത വന്ന Like no one is promoting Drishyam in Telugu states. Can someone do something about it? Like it's a popular franchise, but like very few know that it is releasing soon. Like there is less promotional material for Drishyam in Telugu states. Hello, can you hear me? ബസീൽക്ക ആഞ്ഞടിക്ക് റിപ്ലൈ Yeah, കൊടുക്ക്. we understand your concern, but actually the team hasn't planned anything over it. But once the movie becomes a success, most probably they will conduct a press meet or something. That might happen, but not sure. Because one should not lose the potential, right? This is such a big franchise. Like everyone was so excited for so long. In the last moment, people should not kill the potential. That's why I was saying, like everyone loves Mohanlal, everyone loves Drishyam stories. So that's why I was saying. Yeah, we understand your concern, but actually we can't do much about it. It's actually planned from the production side, right? By the Yeah, way, I mean, did you book the ticket? yeah, I mean, it's. I will just go to the counter and I will get the ticket tomorrow morning. So I don't have to book in advance. So that's free. No one is booking. No one knows if the film is releasing. That's the problem. Oh, okay, fine. So did you watch the first 2 part as well? Of course. Like who haven't seen them? Okay. Yeah. Thank you for giving me opportunity. I just because you guys seem to be connected to distributors, productions, and all, at least through social media. So that's why I was just informing as a Telugu audience. Yeah, Thank you. sure. Thank you so much. Pre-sales in Telugu, I guess it's over. Yeah, but like Yeah. that's not the potential. You I guys know, don't I understand. know the potential is huge. The producer was in our space 3 days back. We have informed this. So maybe once the positive talk comes, they might go for more promotions. As of now, Because they are keeping a low profile because I think they got a late confirmation that the Telugu version of D3 they have dropped. So keeping that in mind, we actually kept, maybe the production side kept a low profile. But anyways, once we get good talks, I think they will go for more promotions. This is what I think. The producer was in this space before 3 days, and we have also expressed this concern, and he has replied in this page as well. So still there is some issues around this Telugu remake right holders. I think there is some. No, the film is releasing now. Like they have opened up the shows in my see. My hometown is a small town, so they have opened up the shows. So there are shows tomorrow. So Telugu release is happening. I don't think there are any issues. No, Telugu release is happening, but meanwhile there was some discrepancy regarding some of the Telugu, first remake producers who has gone to some court for notice. But as of now, the release is still on. There is nothing wrong happening there. The movie will release as per the schedule. There is no issue on the release. Like you, bro, more than you. We are all concerned, like you. It should come from the production side. So fingers crossed. It all depends on the word of mouth now. If we get positive talks, definitely I think they'll go with some minimal promotions at least. And thank you, bro. Okay, thank you very much for the opportunity. Thank you very much for the support. എന്താ അവസ്ഥ നോക്ക്, ഇവിടെ കയറി നമ്മളെ ചെയ്തു പറയും. അല്ല, പുള്ളി പറഞ്ഞ വാലിഡ് പോയിന്റ്. അതായത് മൊത്തത്തില് തെലുഗു ഒന്നാമത് ഒരു റീമേക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പൊ അവര്
അത്യാവശ്യം നല്ലൊരു റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ഫ്രാഞ്ചൈസി ആണല്ലോ. അതാണ് അത്രയും കട്ട് ബേസ് ഉള്ളതാണേ. എന്നിട്ട് നമ്മുടെ അടുത്തൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഹെൽപ്ലെസ് ആണ്. പുള്ളി ഫ്രസ്ട്രേറ്റഡ് ആയി ചോദിക്കുന്നുണ്ടോ? അതാ ഞാൻ ഇതിന്റെ അകത്ത് നിന്നിട്ടൊന്നും മിണ്ടാഞ്ഞ്. ഞാൻ ഇതിന്റെ അകത്ത് ഈ അടിയിൽ ഞാൻ ഒന്നും മിണ്ടാഞ്ഞ അതുകൊണ്ടാ. എന്തു പറയാനാ? എടാ ഇതില് വേറൊരു കാര്യമുണ്ട്. നമ്മുടെ പടങ്ങള് നമ്മൾ ഇവരുടെ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി ഒക്കെ വെച്ചിട്ടാണ് ഇവര് സംസാരിക്കുന്നത്. ഇവർക്ക് ആണ്ടിലും സംക്രാന്തിക്കും ഒരു സിനിമ വരുന്ന, നമുക്ക് എല്ലാ മാസങ്ങളിലും സിനിമ വരുന്ന ആൾക്കാരാ. പിന്നെ നമുക്ക് എമ്പുരാനെ കുറിച്ച് നമുക്ക് ഈ ഒരു കംപ്ലൈന്റ് ഇല്ല. കാര്യം അവിടെ നമ്മൾ ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ല, ഇത് ലാസ്റ്റ് ടൈം വന്ന് കഴിഞ്ഞ ഇതില് പറഞ്ഞല്ലേ, അവര് പ്ലാനിലുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞില്ല. നമ്മളെവിടെയൊക്കെ പോയിട്ട് ഇങ്ങനത്തെ പരിപാടി നടത്തുന്നുണ്ട്, ഒന്നും നില തൊട്ടിട്ടില്ല. പടം നല്ലതാണ്, കേറി അടിച്ചോളൂ. ഒരു പ്രൊമോഷൻ വേണ്ട, നോക്കാം നമുക്ക്. ഇനി സക്സസ് ആയിട്ട് നടത്താം നമുക്ക് പരിപാടി. അല്ലെന്നേ, ഇങ്ങനെ ഒരാൾ ഇങ്ങനെ അഡ്വാൻസ് ആയിട്ടൊക്കെ ഒന്ന് പറയുമ്പോ എന്തോ ഒരു കുത്തല്. ഒന്നും നോക്കണ്ട. ഇല്ല, ഇത് അത്യാവശ്യം ഗ്രൗണ്ട് ലെവൽ സപ്പോർട്ടും ഉള്ള ഒരു ഫ്രാഞ്ചൈസിയാണ്. എന്റെ ഒരു ഫ്രണ്ട് ഇന്നലെ, തെലുഗു ഫ്രണ്ട് മെസ്സേജ് ഉണ്ടായിരുന്നു, ബ്രോ തെലുഗു തെലുഗു വിഷൻ ഈസ് ഓൾസോ റിലീസിങ്, ഐ ബുക്ക് മൈ ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവര് ഒന്നാമത് OTT ഏരിയയില്, അത് മാത്രമല്ല ദൃശ്യം 2 ഇറങ്ങിയ സമയത്തും എനിക്ക് തോന്നുന്നു കൂടുതലും മലയാളം വേർഷൻ തന്നെയായിരിക്കും ഈ പ്രൈം വഴിയൊക്കെ കണ്ടിട്ടുണ്ടോ, വിത്ത് ദ സബ് ടൈറ്റിൽസ്. അല്ല, D2 എന്തായാലും എത്ര D2 കുറെ പേര് മലയാളം തന്നെ കണ്ടേക്കുന്നത്. അതെ. അപ്പം അവർക്ക് ആ ആന്റിസിപ്പേഷൻ ഉണ്ട്. ഇന്നലെ എനിക്ക് മെസ്സേജ് ഉണ്ട്. ഒരു കർണാടക പുള്ളി, അല്ല, ഇവര് കൊറേ ഇങ്ങനെ മറ്റേ ഡബ്ബ് വേണം എന്ന് പറഞ്ഞ് അയക്കുന്ന, നമ്മള് ആശീർവാദിലോട്ട് അയച്ചയച്ച് കൊടുത്തിട്ടാണ് അവര് എന്തായാലും ഡബ്ബ് ഉണ്ടാകും എന്നുള്ള ഒരു കൺഫർമേഷൻ കുറച്ച് നേരത്തെ കിട്ടിയത് നമുക്ക്. അതേതായാലും ലേറ്റ് ആക്കിയില്ല. സാധാരണ എന്നിട്ട് അവര് കേസ് കൊടുത്തിട്ടുണ്ടല്ലോ ഇപ്പൊ. കേസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ റിലീസ് ഡിലേ ഒന്നും ഇല്ലല്ലോ. ഇല്ലില്ല, അത് ഇന്നാ തോന്നാണ് കൊടുത്തിരുന്നത്. അത് പ്രശ്നം ഉണ്ടാവുന്നില്ല. അങ്ങനെ പറഞ്ഞല്ലോ, സമാധാനിപ്പിക്കാൻ വിചാരിച്ചു. ജസീലേക്കാണ് നെറ്റ്വർക്ക് ഇഷ്യൂ പോയോ? തിരിച്ചു വന്നു. ഇങ്ങനെ ചേട്ടൻ ഓടിയേക്കുന്നു. അല്ലടാ, ഞാൻ പാർസലിന്റെ പോസ്റ്റർ റിലീസ് ചെയ്യാൻ വേണ്ടി പോയതാ. അവര് ഒഫീഷ്യലി അനൗൺസ് ചെയ്ത് ടിക്കറ്റ്സ്. അവന്റെ ആ പ്രശ്നത്തിൽ നമുക്കൊന്നും ഇടപെടാൻ പറ്റില്ല. പനോരമയാണ് ടോട്ടലി ഹാൻഡിൽ ചെയ്യുന്ന ഡബ്ഡ്. നമുക്ക് ഇതിൽ ഒന്നും റോളില്ല. അവര് പ്രോഗ്രാം വെച്ച് ഗൾഫിൽ പ്രോഗ്രാം വാർത്ത റിക്വസ്റ്റ് ചെയ്തിട്ട് ഇവിടുന്ന് പോയിട്ടില്ല. അപ്പൊ പിന്നെ ഇവിടുന്ന് തെലുങ്കിലും ഇതൊന്നും നേരത്തെ ഉണ്ടാവില്ല എന്ന് ഉറപ്പായിരുന്നു. പടം വേർഡ് ഓഫ് മൗത്ത് വന്ന് തിയേറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉള്ള പുഷ് മാത്രമേ ഈ സിനിമക്ക് ഉണ്ടാവുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. അതങ്ങ് വിടുക, അത്രേ ഉള്ളൂ. ഗൾഫ് അടിച്ചു കയറി ലാസ്റ്റ് മിനിറ്റിൽ നല്ല രീതിയിൽ ഏകദേശം 12 കോടിയുടെ സെയിലായി. 13 കോടിക്ക് അടുത്ത് സെയിലായി. ഡേ 1 10 കോടി കഴിഞ്ഞപ്പോ പാർസ് ഒഫീഷ്യലി ഇട്ടിട്ടുണ്ട്. കുറിച്ച് ആരും സംസാരിക്കുന്നില്ല എന്ന് കമന്റ് ഉണ്ടല്ലോ. ഇസ്രായേലിലെ ബുക്കിങ്ങിനെ പറ്റി ആരും സംസാരിക്കുന്നില്ല എന്ന് കമന്റ്. ഓൾറെഡി സംസാരിച്ചല്ലോ, സ്റ്റാർട്ടിങ് സംസാരിച്ചായിരുന്നു. പറഞ്ഞു. ജസീൽ ബ്രോ, ടോട്ടൽ ഷോ കൗണ്ട് GCC 1600 ഉണ്ട്. എത്രയാ? ഓൾമോസ്റ്റ് എമ്പുരാൻ ലെവൽ ഷോസ് ഉണ്ടോ? ഉണ്ട്. ഓക്കെ. എമ്പുരാൻ ലെവലില് എല്ലാ സൈഡിലും ഉണ്ട്. ഇപ്പൊ ഓൾറെഡി കറുപ്പും ഇതൊക്കെ പകുതിയിലേറെ കുറച്ചിട്ടാണ് അവിടെ കളിക്കുന്നത്. ഓൾറെഡി കറുപ്പ് അവിടെ വീണിട്ടുണ്ട്, ചെറിയ ഡ്രോപ്പ് ആയിട്ടുണ്ട്. അത് പിന്നെ എല്ലാ തമിഴ് ഫിലിംസും അത്ര തന്നെ ഉണ്ടാവുള്ളൂ, ഒരു മാസ് എന്റർടൈനേഴ്സിനുള്ള സ്കോപ്പ്. നാളെ ഫ്രീ ഷോ ആണ് അവിടെ വേറെ ഒരു ഓപ്പണന്റ് ഒന്നും കാര്യങ്ങളും. ഓക്കെ, സോ ഓൺലി ഏരിയ നമ്മള് കുറച്ച് ഷോസിൽ ലാഗ് ചെയ്യുന്ന കേരളം മാത്രം കമ്പയർഡ് ടു എമ്പുരാൻ അല്ലേ? ബാക്കി എല്ലാവരുടെയും അതെ, ഇതിനപ്പുറത്ത് ഡെയിലി 1 കോടി അടിക്കുന്ന 2 സിനിമകൾ ഉണ്ടല്ലോ. ഒന്ന് 2 1 കോടി അടിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ സ്റ്റിൽ ചവിട്ടി പിടിച്ചിട്ടൊന്നുമില്ല. എല്ലായിടത്തും മാക്സിമം തിയേറ്റേഴ്സ് തന്നെ ആഡ് ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാം നമ്മളോട് ഇതില്ലാത്ത തന്നെ തിയേറ്റേഴ്സ് തന്നെ അവർ സെൽഫായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് രഞ്ജി തിയേറ്റർ ആണെങ്കിലാണ് ഇത് വിളിച്ചിട്ട് വേണ്ട തിയേറ്റർ ആഡ് ചെയ്യണ്ട, അവർ അടുത്ത ദിവസം കണ്ടാൽ മതി എന്ന് പറയാം.
അത് വല്ലാത്ത പറച്ചിലായി പോയി. അപ്പൊ ജസീൽക്ക് UAE GCC നമുക്ക് എംപുരാൻ ലെവൽ റിലീസ് ആണെന്നാണ് പറഞ്ഞത്. റിലീസ് സൈസിൽ അവർ ഓൾമോസ്റ്റ് മാച്ചിങ് ആണ്. സെന്റേഴ്സിൽ ഒരു 5-6 കുറവുണ്ട്, സൗദിയിലൊക്കെ ഒരു 4-5 കുറവുണ്ട് എന്നേ ഉള്ളൂ, അല്ലാതെ ഓക്കെ എവിടെയും ഓക്കെ. പോയിട്ടില്ല. ഓക്കെ. ഇപ്പൊ എത്രയായി? 35 കോടിയായ വേൾഡ് വൈഡ്. ഇതിപ്പോ വേൾഡ് വൈഡ് ആയിട്ടുണ്ടാവും. ഈ GCC ആഡ് ചെയ്യണം. 1.05 ഡൗൺ വന്നിട്ടുണ്ട്. അതായത് 2 കോടി GCC തന്നെ കൂടി കഴിഞ്ഞ 2 മണിക്കൂറിൽ. അടിപൊളി. അത് ഓൾമോസ്റ്റ് 35. എങ്ങനെയാ ഇത് പ്രീ സെയിൽ എങ്ങനെയാ കൺസിഡർ ചെയ്യുന്ന കട്ട് ഓഫ് ടൈം? അങ്ങനെയൊന്നുമില്ല, ജസീലിക്ക തീരുമാനിക്കുന്ന പോലെ. അല്ല, ശരിക്കും അത് ടെക്നിക്കലി 12 മണി IST ആണ്. പക്ഷെ നമ്മുടെ ഡിപ്പെൻസ് ഓൺ നമ്മുടെ മാർക്കറ്റ് ഒക്കെ UK കിടക്കുന്നതുകൊണ്ട് 5-6 മണിക്കൂർ അവരെ ബാക്കിൽ ഓടുന്നു. പിന്നെ USA വെറും പ്രീമിയർ നടക്കുന്നോണ്ട് മാത്രമാണ് അവരിന്ന്. എടാ നിങ്ങൾ പറയണ പോലെയൊന്നുമല്ല, സ്രാങ്ക് പറയും, കേട്ടാ മതി. അതിന്റെ ശരി ട്രാക്ക് ആയാലും ഫാർസ് ആയാലും ആരായാലും 35 റേഞ്ച് വരും പ്രീ സെയിൽ ഓൾമോസ്റ്റ്. അതാണ് അഭിലാഷ് ഞാൻ പറഞ്ഞത്, നമ്പർ എന്താണോ അത് നമ്മളെ തീരുമാനിക്കുക. അല്ല, അതല്ലെന്ന് തെളിച്ചു വരണ്ടേ? അല്ല, അതല്ലെന്ന് തെളിച്ചു വരുന്ന അഫ്കോഴ്സ് നമ്മളത് കേസ് സ്റ്റഡി ആയിട്ട് എടുക്കണം. നമ്മള് അതല്ല, ഇവിടെ ഇത്ര കോംസ്കോറിൽ അയർലൻഡ് ഇത്രേ വന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ USA ഇത്ര, ഞാൻ നോക്കിയപ്പോ ഇത്ര ഇല്ലല്ലോ, അങ്ങനെ പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഓക്കെ. അതാണ് കോൺഫിഡൻസ്. ഇതിപ്പോ റിപ്പോർട്ട് വന്നാലും കൊച്ചിയിലൊക്കെ ഇനി ഷോ ആടാവോ? ഓൾമോസ്റ്റ് എല്ലാം ഫുള്ളായി, ഇനി ടിക്കറ്റ് ഇല്ല അവിടെ. വനിത ഒരു ടിക്കറ്റ് ഇല്ല. വനിത ഒരു 10-15 ടിക്കറ്റോടായ 14 ഷോസ് സോൾഡ് ഔട്ട് ആവും. ഇനി പുലർച്ചെ വെക്കേണ്ടി വരും 3 AM. അത് മാത്രമേ ഉണ്ടാവുള്ളൂ തോന്നണേ. നമുക്ക് എമ്പുരാൻ അങ്ങനെയല്ലോ മാക്സിമം കേട്ടിയത്. ഇത് ഇപ്പൊ 2500 ഷോസ് പ്ലസ് തുറന്നിട്ടുണ്ടെന്ന് തോന്നണു. ഫസ്റ്റ് ഡേ എന്തായാലും 2500 റേഞ്ച് കളിക്കുള്ളൂ തോന്നണു. വേറെ ഇപ്പൊ അതിരടി മറ്റേതും. എടാ റിവ്യൂ കത്തിയ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആൾക്കാര് വീക്കെൻഡ് ബുക്ക് ചെയ്യും. നാളെ എനിക്ക് തോന്നുന്നു 50+ പോസിറ്റീവ് വരണമെങ്കിൽ അത്ര അടിക്കും. എമ്പുരാൻ തന്നെ അന്ന് മിഡ് റെസ്പോൺസ് രണ്ട് വേർഡ് ഓഫ് മൗത്ത് ഉള്ള സിനിമകൾക്കൊപ്പുറം 2500 ഷോ കളിക്കുന്ന പടം ഗംഭീരം തന്നെയല്ലേ? 2500 ഷോസ് അടിപൊളിയാണ്. നമുക്ക് ഓക്യുപ്പൻസി 90 പിടിച്ചിട്ടുണ്ടെങ്കിൽ 90-95 ആ റേഞ്ച് കയറും തോന്നണം. ഐ മീൻ വരുന്ന ദിവസങ്ങളിൽ പോസിറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ 2500 ഷോസ് അടിപൊളിയാണ്. 70 പ്രീ സെയിൽ 70 നിൽക്കുന്ന പറഞ്ഞാൽ അടിപൊളിയാ. നമ്മള് പക്ഷെ ഇതേ സാധനം നമുക്ക് ഒരാഴ്ച മുമ്പ് ഓപ്പൺ ചെയ്താലും ഈ സാധനം കിട്ടിയേ. അപ്പൊ ഈ അവർലി ട്രെൻഡ് ഒക്കെ മാറിയനെ. പക്ഷെ ഇതൊരു വെറൈറ്റി ആയി പോയി. നമ്മൾക്ക് സ്ക്രീൻ പിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ 2 ആഴ്ച മുമ്പ് എറിഞ്ഞു. കറക്റ്റ് സ്ട്രാറ്റജി തന്നെ ഇപ്പം ചെയ്തത്. ലൈക്ക് കാരണം അതിരടിയും പിന്നെ കറുപ്പും രണ്ടും നന്നായി പോകുന്നുണ്ടല്ലോ. അപ്പോ ഏറ്റവും നല്ല സ്ട്രാറ്റജി തന്നെ ആന്റണി ചെയ്തത്. ജസീൽ എത്ര ഷോസ് ട്രാക്ക് ആവുണ്ടാ? എന്താ വേറെ നോക്കാം, മ്യൂട്ട് ചെയ്തേ. ആക്ച്വലി തൃശ്ശൂരാണ് ഷോസ് കുറവ്. തൃശ്ശൂർ കുറെ തിയേറ്റേഴ്സ് ഉണ്ട്. എടാ മലയാളം വെർഷൻ ഇംഗ്ലീഷ് സബ് ഉണ്ടോ ബാംഗ്ലൂര്? തൃശ്ശൂര് 160ഓളം ഷോസ് ഓൾറെഡി ഓപ്പൺ ആയില്ലേ? അത് കുറവാണ്. തൃശ്ശൂര് 10, 250, 300 ഷോസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ടോട്ടൽ തിയേറ്റർ വെച്ച് നോക്കുമ്പോ. ഈ TVMന്റെ അടുത്ത് ഉണ്ടെന്ന് തോന്നണ ഷോസ്. ഐ മീൻ ടോട്ടൽ ഞാൻ പറഞ്ഞത്. പക്ഷെ ദൃശ്യം 185 ഷോസ് ഇപ്പൊ കാണിക്കണുള്ളൂ. കുറവല്ലേ അത്?
നിങ്ങൾ അതും ഫില്ലപ്പ് ആക്കിയില്ലല്ലോ. ഒരു 60-70 കിടക്കുന്നത് ഫില്ലാക്ക്. ഫില്ലാവും നാളെ. കോഴിക്കോട് നല്ല കോഴിക്കോട് അല്ലെങ്കിൽ 2500 ഷോ നമ്മൾ 70 അടിച്ചു. നമ്മള് എമ്പുരാന്റെ സമയത്ത് 3300 എമ്പത്തിൽ പീക്കിലായിരുന്നു. ഇതും ഓൾമോസ്റ്റ് അത് തന്നെ സാധനം. കോഴിക്കോടാണ് തൂക്കിയടിച്ചത്. കോഴിക്കോട് എല്ലപ്പോഴും തൂക്കി അടിക്കുന്ന സ്ഥലല്ലേ? വല്ലപ്പോഴും ഒന്നല്ല, പിന്നെ വല്ലപ്പോഴും അല്ല, എല്ലപ്പോഴും. ആ അങ്ങനെ കോഴിക്കോട് ഞങ്ങൾ എപ്പോഴും അമേരിക്ക 300,000 അടിച്ചു. കോഴിക്കോട് അങ്ങനെ പോർട്ടാണ്. എല്ലാ കൊല്ലം അങ്ങനെ എല്ലാ വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. അതിന് മാറ്റമൊന്നുമില്ല. സ്ക്രീൻസ് ഓപ്പൺ ആയിട്ടുണ്ടോ? പുതിയതോ? ഇവര് ഷോസ് ഇപ്പൊ ആഡ് ആക്കുന്നുണ്ട് ഇപ്പൊ എക്സ്ട്രാ. ഇനാഗ്രേഷൻ അങ്ങനെ ഒരു പോസ്റ്റർ കണ്ടില്ലല്ലോ, ഒറ്റൊന്നും കണ്ടില്ലല്ലോ. ദൃശ്യത്തിന്റെ കൂടെ അതെ നമ്മളെ എമ്പുരാന്റെ കൂടെ ഒക്കെ റെക്കോർഡ് കൗണ്ട് ആയിരുന്നു. എമ്പുരാന്റെ കൂടെ ഒക്കെ എത്രയായിരുന്നു? ഒരു മാജിക് ഫ്രെയിംസിന്റെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അത് ലേറ്റ് ആവും. പിന്നെ അതുപോലെ കുന്നങ്ങളെ സിന്ധു വരെ ഏറ്റെടുത്തിട്ടുണ്ട്. അതും അതും ആയിട്ടില്ല, വർക്ക് നടക്കുന്നുള്ളൂ തോന്നുന്നു. അല്ല, അത് അവരുടെ മാത്രം മാജിക് ഫ്രെയിംസിന് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പടമൊക്കെ വരുമ്പോ ഒരുപാട് സ്ക്രീൻസ് ഓപ്പൺ ആവാറുള്ളതാണ്. സ്ക്രീൻസ് കുറെ പറഞ്ഞ പോലെ കാത്തിക്കലുണ്ട് റിലീസ്. പക്ഷെ ഒന്നാമത് എനിക്ക് തോന്നുന്നു വിഷു ഓണം ഫെസ്റ്റിനൊക്കെ അടുപ്പിച്ചുള്ളതിന് കുറെ അല്ല അത് വേണ്ട. എടാ മറ്റേ ഇത് ആദ്യത്തെ ഡേറ്റ് ആയിരുന്നേല് അന്ന് ഏതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ നമ്മള് ഡേറ്റ് മാറിയല്ലോ. അന്ന് കുറെ സ്ക്രീൻ ഓപ്പൺ ആയിരുന്നു. അന്ന് കുറെ ഇത് ഓപ്പൺ ആയി. പിന്നെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് കാക്കനാടത്ത് അത് ഒരു പ്ലാൻ ചെയ്ത് വെച്ചു. പക്ഷെ അത് ഡിലേ ആയി. അത് ദൃശ്യത്തിൽ ഓപ്പൺ ആക്കിയാന്നുള്ള രീതിയിലായിരുന്നല്ലോ അല്ലെ ആദ്യം? അങ്ങനെയായിരുന്നു പ്ലാൻ. മലപ്പുറമൊക്കെ എന്താ അവസ്ഥ ജസീലെ? മലപ്പുറമൊക്കെ നല്ല റെസ്പോൺസ് ആണ്. പക്ഷെ ഇന്ന് മെയിൻ സെന്റേഴ്സ് ഒക്കെ ഇന്നാണ് തുടങ്ങുന്നത്. കോട്ടക്കൽ 2 തിയേറ്ററിൽ 10-16 ഷോ ഉണ്ടായിട്ട് ഇന്ന് ഓപ്പൺ അതിനിടയുടെ ഒന്ന് ഫസ്റ്റ് വീക്കിൽ എഗ്രിമെന്റ് കഴിയുന്നത് വ്യാഴാഴ്ച രാത്രിക്കത്തെ ഷോയുടെ എഗ്രിമെന്റ് കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ആരും ആഡ് ചെയ്യാതെ നിന്നത്. പിന്നെ ഹോൾഡ് ഓവർ ലെവലിലേക്ക് അതിനിടെ അങ്ങനെ എത്തിയില്ലല്ലോ. സ്റ്റിൽ 2 കോടി ഇന്നലെ വരെ 2 കോടി ഡെയിലി പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു സാധനം കൊണ്ടാണ് കൺഫർമേഷൻ ഇത്ര ലേറ്റ് ആയത് മിക്ക തിയേറ്ററിലും. അതാ പ്രോബ്ലം. എല്ലാരും സെക്കൻഡ് ബാച്ചിലെ ടിക്കറ്റ് ബുക്ക് ചെയ്തോ? ഞാൻ ബുക്ക് ചെയ്തു. നിനക്ക് ഫ്രീ അല്ലടാ, നിനക്ക് ഫ്രീ അല്ലേ സിനി വേൾഡില്. നീ വെറുതെ ഡയലോഗ് അടിക്കല്ലേ. പടം കണ്ടവർക്ക് എന്തോ ആവല്ലോ. ഞാൻ എല്ലാ മാസം പൈസ കൊടുത്തിട്ടാ പാസ് എടുക്കും. ഞാൻ ചിലപ്പോ മോസ്റ്റ്ലി കൈരളി ഉണ്ടാവൂടാ. നീ അപ്സരല്ല? ഞാൻ അവിടെ ഇല്ല, ഞാൻ എറണാകുളത്താ. നീ മറ്റേ സനോജിന്റെ പോലെ അവിടെ കുളമാക്കാൻ പോയിട്ടുണ്ടല്ലേ? ബാംഗ്ലൂർ വരെ പോയി ഫ്ലെക്സ് അടിച്ച് അടിക്കുമ്പോ ഗ്രൂപ്പിലിട്ട് ഞാൻ ഇവിടെ ഫ്ലെക്സ് അടിച്ചടാ, എനിക്ക് ഇവിടെ ഉണ്ടടാ പിടി എന്ന് പറഞ്ഞാൽ. സനോജ് ട്രൂ ഫാനാ. ഒറ്റ ബ്ലഡ് ആണ്, റയറാ. ഫാൻ ഷോ ഇല്ലടാ, ഞാൻ വൈകുന്നേരം കാണുന്നത്, ലീവില്ല. ഞാൻ സെൻട്രലിലെങ്ങാണ്. എടാ ഇത് കറക്റ്റ് സമയമില്ല. ഓഫീസ് 10 മണിക്ക് തുറങ്ങുന്ന ഓഫീസിൽ ഒരു 10:45 കയറിയാൽ എന്താ പ്രശ്നം? എന്താ ഓഫീസല്ല, ഓഫീസൊക്കെ മാറി ഇപ്പൊ എറണാകുളത്ത് വേറെ കമ്പനി. ശരി. എടാ ജസ്റ്റ് ഇനി 1 hour ഉണ്ട് 12 ആവാൻ. എന്താ ജെസിലെ ഫൈനൽ എത്രയാ പ്രതീക്ഷിക്കുന്നത്? ഫൈനൽ ഇപ്പൊ 33 റേഞ്ചിലേക്ക് എടുക്കുന്നതെന്നാണ് GCC കൂടെ ആഡ് ചെയ്യുമ്പോ. നമുക്ക് ഫൈനൽ എന്തായാലും നമുക്ക് രാവിലെ ഇടാം. 12 മണിക്ക് ടെക്നിക്കലി കഴിയുമല്ലോ.
അണ്ണന്റെ ബർത്ത്ഡേ 12 മണി. ആ ഇന്ന് എടാ പലരും അത് മറന്നു പോടാ. എനിക്ക് അതാണ് പണ്ട് നമ്മള് RCMന്റെ കട്ട്സ് ഒക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ദിവസങ്ങളുണ്ടല്ലോ. ലിൻഡോ കുര്യനും ഇവരൊക്കെ അവൻ തന്നെ സറണ്ടർ ആയി. അതിനേക്കാളും മേളിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതെ അതെ അതെ. ഇപ്പൊ ഓനത് അതിന്റെ പീക്ക് സാധനം ചെയ്ത് വെച്ച് ഓൻ സിനിമയിലേക്ക് പോയി. അത് ആ വീഡിയോ കണ്ട അവന്റെ അന്നത്തെ റെക്കോർഡ് 3 മില്യൺ എന്തോ ആയിരുന്നു, വിജയുടെ കമലഹാസന്റെ ഒക്കെ. ഇത് ഇങ്ങനെ കേറി ഇത് 1 മില്യണിൽ 3 മില്യൺ കേറി പോകുന്നുണ്ട്. അത്രയ്ക്ക് റിപ്പീറ്റ് വെച്ചൊന്നും ഒരു സാധനം ഇതേ ഉള്ളൂ ഇവിടെ പേജിൽ. അതേതാ സാധനം? അതെ ഇല്ലല്ല 3.2. സൈനന്റെ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട് ഇന്ന്. ഇഷ്ടം പോലെ ഓൺ കണ്ടന്റ്സ് ഉണ്ടല്ലോ, ഇഷ്ടം പോലെ. സ്വന്തം കണ്ടന്റ് ചാനൽസ് ഒക്കെ ഫ്ലവേഴ്സും അങ്ങനെയുള്ള കുറെ റിയാലിറ്റി ഷോസ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ശരത്ത് അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോസ് ഇടുവായിരുന്നു. ഐ മീൻ റീൽസ് ആണെങ്കിലും അതുപോലത്തെ കുറെ വരുമ്പോഴത്തേക്ക് 2 ദിവസം മുമ്പേ ദൃശ്യത്തിന് സെറ്റിൽ വെച്ച മറ്റേ ആലിഫോ അങ്ങനെ ഒരു ചെക്കനെടുത്ത സാധനം അടിപൊളി സാധനം, ഒരു രക്ഷയില്ലേ. ഞാൻ ഉറങ്ങിപ്പോയെന്ന് അത് ഭയങ്കര വൈറലായി ഇൻസ്റ്റയിലൊക്കെ മൊത്തം. ഐ മീൻ ഇതുപോലെ ഉള്ളുവെങ്കിലും അതെന്ന് പറഞ്ഞാൽ അതിനൊരു ഒറിജിനാലിറ്റി ഉണ്ട്, അതിനൊരു സോൾ ഉണ്ട് ആ കണ്ടന്റില്. അതാണ് അതിന്റെ ഒരു ഉണ്ടായത് ആ കണ്ടന്റിന്. മൂപ്പര് എന്താ പറയാ സാധാ മനുഷ്യൻ പോലെ അല്ലേ? സാധാ മനുഷ്യൻ എങ്ങനെയാണോ അതുപോലെ. നാളെപ്പം സെലിബ്രിറ്റി വിഷും എല്ലാം കൂടി ജഗ പൊകയായിരിക്കൂലേ. പടം കൂടി നന്നായതിനും ഉഷാറാക്കിനും പൊളിച്ചെടുക്കാനും. ബർത്ത്ഡേക്ക് തന്നെ കൊണ്ടേ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തേലൊക്കെ ഉണ്ടാവും സംഭവം. അങ്ങനെ വിചാരിക്കാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയല്ല, നല്ല പടമാവാ അത്രേ ഉള്ളൂ അതിനകത്ത്. നല്ല പടം, നല്ല റിപ്പോർട്ട് വന്നാൽ മതി. പിന്നെ ഒന്നും നോക്കണ്ട, നമ്മള് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യം ഒന്നുമില്ല, അതങ്ങ് കേറും. അല്ല പുള്ളി ഇന്ന് പറഞ്ഞില്ലേ, ഇന്ന് പറഞ്ഞതില് പുള്ളി പറഞ്ഞില്ലേ ലാലേട്ടന്റെ നല്ല പെർഫോമൻസ് ഉണ്ടാവുന്നു. ആ സാധനം കിട്ടിയാലും മതി. അത് മതി. നമുക്കൊരു 20,000 മേലിൽ, പക്ഷേ 20,000 അടുപ്പിച്ച് ഫോളോവേഴ്സ് ഉള്ള ഒരു പേജാ. വല്ലപ്പോഴും സ്പേസ് ഉണ്ടെങ്കിൽ കയറി വരും കള്ളക്കാവൻ. ഇവ ബ്ലഡുകൾക്ക് കൊടുക്കണോ, നല്ലപോലെ നോക്കാം. വരും പേജ് ആക്റ്റീവ് ആക്കാൻ പോ. ഞാൻ ഇപ്പൊ തിരക്കൊക്കെ ഒഴിവാക്കി. ഒരു പണിയില്ല, ചൊറി മൂത്തിരിക്കുക. ഇനി ആക്റ്റീവ് ആവും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ തന്നെ പുറത്തിറങ്ങുന്ന വല്ലപ്പോഴും. 11 മണിയായില്ലേ? ഇനി എത്ര മണിക്കൂർ? 9 മണിക്കൂർ. മൈ ഗോഡ്. നിങ്ങൾ അവിടെയല്ലേ നീരജ് മാധവനെയൊക്കെ എടുത്ത് തൂക്കിക്കൊണ്ടുപോയത് 2013? അത് വേറെ മൂഡ് ടൈമുണ്ട്. ഒന്നും ഒരു രക്ഷയില്ല. കാലം എന്താ വെച്ചാല് ഒരുപാട് പൊട്ടിയ പടങ്ങൾ എറിഞ്ഞെടുക്കുക, ആകെ മനസ്സ് ചടച്ചെടുക്കുന്ന സമയത്താണ് ഇത് ഒരു ഫാമിലി പടം എന്നുള്ള രീതിയിൽ വരുന്നത്. എങ്ങനായാലും ഫാമിലി പടം അല്ലേ. മോഹൻലാൽ ഭൂമിയിൽ ഇറങ്ങിയാൽ തന്നെ പടം നന്നാവും എന്നുള്ള രീതിയിൽ നമ്മൾ കയറി കാണുന്നു. എവിടെയോ എറണാകുളത്ത് എങ്ങനെ എവിടെയോ ഷോ തുടങ്ങിക്കുന്നു ഓൾറെഡി. ഞങ്ങൾ കോഴിക്കോട് രാധല ഏകദേശം എറണാകുളത്തെ മൾട്ടിപ്ലക്സിലൊക്കെ പടം തുടങ്ങി. പടം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ തന്നെ സംഭവം ഉണ്ട്. സംഭവം നമ്മളെ കയ്യിലാണ്. പടം ഒരു ഷുവർ ഹിറ്റ് പ്രതീക്ഷിക്കാന്നുള്ള രീതിയിൽ കോളുകളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ഏകദേശം ക്ലൈമാക്സ് അടുപ്പിച്ച്, എറണാകുളത്ത് ക്ലൈമാക്സ് അടുപ്പിച്ച് ഞങ്ങളവിടെ അപ്പം മറ്റേ പശുവിനെ പൊക്കുന്ന എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ ഉണ്ട് നമ്മളൊരു ചേച്ചിണ്ട്, പുള്ളിക്കാരി വിളിച്ച് ഗ്രൂപ്പിൽ മെസ്സേജ് ഉണ്ട് അവിടെ പടം തൂക്കി എന്നുള്ള രീതിയിൽ. പിന്നെ അങ്ങോട്ട് ഒരു രക്ഷയില്ല. പിന്നെ നമുക്ക് മറ്റേ ഒരു ഭ്രാന്തം മോഡ് ദിവസേന ഒരു രക്ഷയില്ല. ഓർമ്മ എപ്പോഴും ഓർമ്മ ഉണ്ട് അവിടെ. ട്രെയിലറൊക്കെ എന്തല്ലേ, പുള്ളി സൈക്കിളും ചവിട്ടി പോകുന്നു. ഫാമിലി പടം. ഞങ്ങളന്ന് രാധാന്റെ അടുത്ത് ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൽ കയറിയിട്ട് ലാലേട്ടന് പുഷ്പാഞ്ജലി എന്തോന്ന് കഴിപ്പിച്ചിറങ്ങി. പിന്നെ പടത്തിന് കയറി വന്ന് മൂത്ത ഭ്രാന്തുള്ള സമയമൊക്കെ ഓരേ
അത് കഴിഞ്ഞിട്ട് ആ പടം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴാണ് മറ്റേ നീരജ് മാധവൻ ശരി നമ്മളെന്നാലും എടുത്തു പൊക്കി ആരോ എടുത്തു പൊക്കുന്നതിന്റെ കൂടുതൽ ഞാനവിടെ പെട്ടുപോയതാ. മറ്റേ ജഗതി പറഞ്ഞ പോലെ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു എല്ലാവരും കൂടി. ഏതേനും ഒരു എക്സലായിട്ട് ദിവസം കേട്ടോ, അതൊന്നും മറക്കൂല ഒരിക്കലും. ആദ്യം വീട്ടിലെ എക്സ്പീരിയൻസ് തന്നെ പടം. ഫാൻ ഷോ ആയിട്ട് കാണുകയാണ് നമ്മള്. ഒരു സസ്പെൻസ് ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ ഈ ലാലേട്ടൻ ഇങ്ങനെ മറ്റേ സ്റ്റേഷൻ തിരിഞ്ഞു വരുന്ന സ്റ്റേഷനാന്ന് മനസ്സിലാവുന്ന സമയത്ത് ഒരു ഇമ്പാക്ട് ഉണ്ട് ആ തിയേറ്ററിനകത്ത്. ഒരു രക്ഷയില്ല. എൻ്റെ അമ്മോ, ഓർമ്മകൾ. അതുപോലെ ദൃശ്യം 2 കാണുന്ന എൻ്റെ അച്ഛനെ വയ്യാണ്ടൊക്കെ എനിക്ക് മെഡിക്കൽ കോളേജിൽ അവിടെ റൂമിൽ കിടന്നുകൊണ്ടാണ് കാണുന്നത് ദൃശ്യം 2. അത് OTT നട്ടപ്പാതിരക്ക്. നാളെ ഇപ്പം കാണാൻ പറ്റില്ല, നാളെ രാത്രിയാണ് കാണുന്നത്. ഫാൻ ഷോ കാണാൻ പറ്റുന്നില്ല, അതൊരു വിഷമ. ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചേക്ക്. ഫോൺ ഓഫാക്കണോ? ആരെ ഒരാൾ വിളിച്ച് നല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോൺ ഓഫാക്കൂ, പിന്നെ രാത്രി കയറും. അതാണ് പരിപാടി, പ്ലാൻ ചെയ്ത പരിപാടി അതാ. ബാംഗ്ലൂരിൽ സ്റ്റുഡൻസിന് വേണ്ടി സ്പെഷ്യൽ ഷോ ഉണ്ട് നാളെ. മറ്റേ വീഡിയോ വരലറില്ലേ, മഹാറാണി അവരെ മൊത്തം മഹാറാണി സിൽക്സ് ലീവ് മൊത്തത്തില് ടീമിനും ക്രൂവിനൊക്കെ ആയിട്ടുണ്ടല്ലോ. ഇത് GSI സ്റ്റുഡൻസിന് വേണ്ടി. എമ്പുരാൻ ഒരു കണ്ടമാനം ഉണ്ടായിരുന്നു. എമ്പുരാന് കുറെ ഓഫീസും കാര്യങ്ങളൊക്കെ ലീവും കൊടുത്ത് മരിക്കാറുണ്ടായിരുന്നു. ദൃശ്യത്തിന് നല്ല റിപ്പോർട്ടും കൂടി വരികയാണെങ്കിൽ ഫാമിലി കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നല്ലോ. ഒരുപാട് ഇങ്ങനത്തെ കുറെ കേസുകൾ വരും, ലീവ് കൊടുക്കുന്നതും കോപ്പറേറ്റ് ബുക്കിംഗ് അതും ഇതൊക്കെ. ലാലേട്ടന് എവിടെ കവിതയിൽ വരിടാ നാളെ? വരുന്ന ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല തോന്നുന്നു. ചിലപ്പം ക്രൗഡിനൊക്കെ ഇതാക്കാൻ വേണ്ടി പറയാത്തതാവാം. പുള്ളി അങ്ങനെ തിയേറ്ററിൽ പോയി കാണുന്ന അത്യാവശ്യം കോൺഫിഡൻസിൽ ഉള്ള പടമോ നല്ല പടങ്ങൾ കാവലുണ്ട്. മരക്കാർ കണ്ടു, ലൂസിഫർ മരക്കാർ നോക്കണ്ട. മരക്കാർ നമ്മള് എണ്ണത്തും കൂട്ടാത്ത പട വിടും. അങ്ങനൊന്നുമില്ല, മരക്കാറുണ്ട്, ബറൂസ് ഉണ്ട്. നല്ല ദിവസമായിട്ട് എന്താ മോനെ ഇങ്ങനെ? ഓക്കെ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടൻ. നാളെ എല്ലാവരും പോയി എല്ലാരും പടം കാണുക, സ്പോയിലേഴ്സ് ഇടാതിരിക്കുക. സ്പോയിലേഴ്സ് ഇടാണ്ടിരിക്കുക, ബാക്കിയുള്ളവരെ സമാധാനത്തിൽ കാണുള്ളൂ കേട്ടോ. സ്പോയിലേഴ്സ് ഇൻസ്റ്റയിലുള്ള ചെക്കന്മാരോട്, ഇൻസ്റ്റയിലാണ് സംഭവം ഇറങ്ങുന്നത്. എടാ ഈ സാധാരണ നമ്മൾ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഈ പൈറസി ഇട്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇത് തരല്ലേ, കോണ്ടാക്ട് നമ്പറോ എന്തോ സംഭവം തരല്ലേ, ലിങ്കൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ഗുഡ് നൈറ്റ്, ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടൻ. ഓക്കെ ഗൈസ്, നാളെ വീണ്ടും ഒരു സ്പേസ് വെക്കാൻ പറ്റട്ടെ. നാളെ നമുക്ക് തൂക്കി അടിച്ചിട്ട് അടുത്ത സ്പേസ് വെക്കാൻ പറ്റട്ടെ. അതെ, ഇൻഷാ അല്ലാഹ്.